ഞാൻ ചോദിക്കുന്ന RIC പറയുന്ന ഇങ്ങനെ ഒരു പേര് നിങ്ങളതിൽ വസ്തുതയുണ്ടോ എന്ന് പരിശോധിക്കുക. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെക്കുറിച്ച് നിങ്ങളൊരു ആശയം ഉന്നയിക്കുമ്പോൾ എന്തെങ്കിലും 1% വസ്തുത വേണ്ടേ? ഇതൊരു പെൺകുട്ടി ITA മേഖലയിൽ പ്രഗത്ഭയാണ്, ഒരു സംരംഭം ആരംഭിക്കുന്നു. അത് നടത്തി ജീവിക്കാൻ സമ്മതിക്കില്ല എന്നാണോ? വേട്ടയാടുകയാണോ? ഒരു സ്ത്രീത്വത്തെയാണ് വേട്ടയാടുന്നത്, ഒരു സ്ത്രീയാണ് വേട്ടയാടുന്നത്, ഒരു പെൺകുട്ടിയാണ് വേട്ടയാടുന്നത്. നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് എന്താ അവർ ചെയ്ത തെറ്റ്? പരസ്പര ധാരണയാണ്. മുഖ്യമന്ത്രി ഉണ്ടല്ലോ ഇതിനകത്ത്. മുഖ്യമന്ത്രി ഇല്ലെങ്കിൽ വേറെ കമ്പനി ഈ അക്കൗണ്ടിലേക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. മകളുടെ അക്കൗണ്ട് മുഖ്യമന്ത്രി ഉണ്ട്. ഇത് തെരഞ്ഞെടുപ്പിന്റെ ഏളിക്കൂട്ട് എന്ന രീതിയിലുള്ള പ്രചരണത്തിന് മാത്രമാണ് അവർ ഉദ്ദേശിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേരും എക്സാലോജിക് അന്വേഷണ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടതോടെ സമ്പൂർണ്ണ രാഷ്ട്രീയ പ്രതിരോധം തീർക്കുകയാണ് CPIM. മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിൽ നടക്കുന്നത് രാഷ്ട്രീയ നീക്കമെന്ന് പാർട്ടി സെക്രട്ടറി ഇന്നും ആവർത്തിക്കുന്നു. സ്ത്രീത്വത്തെ വേട്ടയാടുന്നുവെന്ന് LDF കൺവീനർ വൈകാരികമായി പൊട്ടിത്തെറിക്കുന്നു. കമ്പനി നിയമത്തിന്റെ നിയമലംഘനങ്ങളെ പ്രതിരോധിക്കാൻ പാർട്ടി ഇറങ്ങേണ്ടതുണ്ടോ? EDയുടെയും CBIയുടെയും അന്വേഷണം വേണമെന്നാവശ്യപ്പെടുമ്പോഴും പ്രതിപക്ഷത്തിന് വേണ്ടത്ര ആവേശമില്ല. അന്തർധാരയിൽ എല്ലാ അന്വേഷണങ്ങളും രാജിയാകുമെന്നും പിണറായി മോദി അവിശുദ്ധ കൂട്ടുകെട്ടിൽ വിശ്വാസമില്ലെന്നും പ്രതിപക്ഷം തുറന്നടിക്കുന്നു. KSIDCയെ മുൻനിർത്തി മകളുടെ പേരിൽ പിണറായിയെ വേട്ടയാടാനാണോ നീക്കം? ചോദ്യം ഇതാണ്. CMRL എക്സാലോജിക് വിവാദത്തിൽ രാഷ്ട്രീയ പ്രതിരോധം ഫലിക്കുമോ? അതിഥികളായി നമുക്കൊപ്പം അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ അഭിഭാഷകൻ, CPMൽ നിന്നും അഡ്വക്കേറ്റ് KS അരുൺകുമാർ, BJPയിൽ നിന്നും അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ എന്നിവർ. ആദ്യം അഡ്വക്കേറ്റ് KS അരുൺകുമാറിലേക്ക്. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, കമ്പനി നിയമത്തിലെ ചില വകുപ്പുകൾ ലംഘിച്ചു എന്നതിൻ്റെ പേരിൽ ബാംഗ്ലൂരിലെ ROC രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നടത്തിയ റിപ്പോർട്ടിൽ ചില ഗുരുതരമായ ലംഘനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് തുടരന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു വിഷയത്തിൽ ഇത്രയധികം വൈകാരികമായി പ്രതികരിക്കാൻ ഇടവന്നത് എങ്ങനെയാണ്? ഒരു സ്ത്രീത്വത്തെ വേട്ടയാടുകയാണോ ഇത്? ഇതൊരു കമ്പനി, ആ കമ്പനി നിയമത്തിൻ്റെ ലംഘനം നടത്തി എന്നൊരു സാങ്കേതിക വിഷയമാണ്. ആ വിഷയത്തെ ഇടതുമുന്നണി കൺവീനർ ഇന്ന് സ്ത്രീത്വത്തെ വേട്ടയാടുന്നു, ഒരു സ്ത്രീയെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നൊക്കെ വൈകാരികമായി പ്രതിരോധം തീർക്കേണ്ടതുണ്ടോ? ഇവിടെ 2-3 ദിവസമായി ഉള്ള ചർച്ചകൾ മുഖ്യമന്ത്രിയുടെ മകളെ കേന്ദ്രീകരിച്ചുകൊണ്ടും ആ കുടുംബത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടും മുഖ്യമന്ത്രിയുടെ പേരടക്കം ഇതിലേക്ക് വലിച്ചിഴച്ചുകൊണ്ടുള്ള ചർച്ചയാണ്. ഇന്നലെ രാവിലെ മുതൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബാംഗ്ലൂരിന്റെ റിപ്പോർട്ട് പുറത്തു വന്നു എന്ന രൂപത്തിലാണ് ചില ദൃശ്യമാധ്യമങ്ങൾ വാർത്ത കാണിക്കുന്നത്. അതിന്റെ പൂർണ്ണ രൂപമൊന്നും ആരും കാണിക്കുന്നില്ല, ഏതൊക്കെയോ പേജുകൾ മാത്രമാണ് കാണിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ഇത്തരത്തിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ശരിക്കും പറഞ്ഞാൽ കമ്പനീസ് ആക്ടിന്റെ ഏറ്റവും ഉയർന്ന അതോറിറ്റിക്ക് കൊടുത്തിരിക്കുന്ന ഒരു റിപ്പോർട്ടിന്റെ വാചകങ്ങൾ ദൃശ്യമാധ്യമങ്ങൾക്ക് കിട്ടിയതെന്ന് മനസ്സിലാകുന്നില്ല. എന്തുമായിക്കോട്ടെ, അത് വെച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മകളെ വ്യക്തിപരമായി ആക്രമിക്കാനും ആ കുടുംബത്തെ ആക്രമിക്കാനും കുറച്ചു നാളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണ പരമ്പര വീണ്ടും പൊടിതട്ടിയെടുത്തുകൊണ്ട് ദൃശ്യമാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലൂടെയും എല്ലാം നിരന്തരമായിട്ടുള്ള പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതൊരു പുതിയ സംഭവമായി ഞങ്ങൾ കരുതുന്നില്ല. കാരണം കുറെ നാളായി ഇത് തുടരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ ഒരു കമ്പനി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കമ്പനി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കുന്നതിൽ കുറവ് വരുന്നുണ്ടെങ്കിൽ അതിൽ അന്വേഷണം നടത്തിക്കോട്ടെ. ഇപ്പോൾ 12/1/2024 പുറത്തിറങ്ങിയ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ ഒരു ഓർഡർ പ്രകാരം 3 കമ്പനികൾക്കെതിരെ, ഒന്ന് CMRLനെതിരെ, അതുപോലെ തന്നെ KSIDCക്കെതിരെ, അതോടൊപ്പം തന്നെ എക്സലോജിക്കലിനെതിരെ അന്വേഷണം നടത്താൻ 3 അംഗങ്ങൾ അടങ്ങുന്ന ഇൻസ്പെക്ടർമാരെ ചുമതലപ്പെടുത്തിയതായിട്ടാണ് മനസ്സിലാക്കുന്നത്. ആ ഇൻസ്പെക്ടർമാർ അന്വേഷണം നടത്തട്ടെ, അതിൽ ഹാജരാക്കേണ്ട തെളിവുകൾ ഹാജരാക്കാം, വ്യക്തിപരമായിട്ട് ഹാജരാവണമെങ്കിൽ ഹാജരാകാം. ആ അന്വേഷണം പുരോഗമിക്കട്ടെ, അതിന് കൃത്യമായിട്ടുള്ള സമയപരിധി എല്ലാം നിശ്ചയിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇതിനിടയിൽ വ്യക്തിപരമായി ആരോപിക്കുന്ന തരത്തിൽ മുഖ്യമന്ത്രിയുടെ പേരിടക്കം വന്നിരിക്കുന്നു, വലിച്ചിഴച്ചിരിക്കുന്നു, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ റോള് പുറത്തു വന്നിരിക്കുന്നു എന്ന രൂപത്തിൽ ഉള്ള വാർത്തകളടക്കം പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇതിനെ കൃത്യമായി കാണുന്നത് രാഷ്ട്രീയപരമായിട്ട് തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി 2-3 മാസമാണുള്ളത്. ഇവിടെ എൻട്രിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് വന്നത് 12/6/2023 7 മാസത്തേക്ക് ഒരു തരത്തിലുള്ള അന്വേഷണവും ഇതിൽ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. 7 മാസം കഴിഞ്ഞ് 12/1/2024 ഇവിടെ കമ്പനീസ് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ ഒരു ഉത്തരവ് പുറത്തിറങ്ങുന്നു. 4 മാസം കാലാവധി വെച്ച്, അതായത് 12/4
12/5/2024 വരെ ഒരു കാലയളവ് വച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിന്റെ സമയം കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഏത് തരത്തിലുള്ള അന്വേഷണത്തെ നേരിടാൻ ഞങ്ങൾ തയ്യാറാണ്. നുണപ്രചരണങ്ങളെ അതിശക്തമായി രാഷ്ട്രീയപരമായിട്ടും നിയമപരമായിട്ടും ഞങ്ങൾ നേരിടും. ബാംഗ്ലൂർ ROCയുടെ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന വിഷയങ്ങളാണല്ലോ മാധ്യമങ്ങൾ റിപ്പോർട്ടാക്കിയത്. അതിലെന്താണ് തെറ്റെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. കാരണം സാങ്കേതികമായി ഇതിൽ പ്രഥമ ദൃഷ്ട്യാ എക്സാലോജിക്കിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ആ വീഴ്ചകളാണ് എണ്ണി ചൂണ്ടിക്കാണിക്കുന്നത്. സെക്ഷൻ 447, 448, 449, 188 ഇങ്ങനെ കമ്പനി നിയമത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം ഒരുപക്ഷെ ലംഘിക്കപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതിൽ അന്വേഷണം നടക്കട്ടെ. പക്ഷെ അവിടെ മുഖ്യമന്ത്രിയുടെ റോൾ എന്താണ് എന്നറിയേണ്ട ബാധ്യത കേരളത്തിലെ പൗരന്മാർക്കുണ്ട്. ഉദാഹരണത്തിന് ആ മുഖ്യമന്ത്രിയുടെ ചുമതലയിൽപ്പെട്ട മന്ത്രിസഭയിൽ തന്നെയുള്ള വ്യവസായ വകുപ്പിൻ്റെ കീഴിലാണ് KSIDC. KSIDCക്ക് CMRൽ 13.4% ഓഹരിയുണ്ട്. അപ്പോൾ CMRലെ ഈ KSIDCയിലെ ബോർഡ് മെമ്പർമാരെ തീരുമാനിച്ചിരിക്കുന്നതും CMRലെ 13.4% ഓഹരിയുള്ള KSIDC വഴി CMRലെ പരോക്ഷമായി നിയന്ത്രിക്കുന്നതും മുഖ്യമന്ത്രിയാണ് എന്ന് പറയുന്നതിലൂടെ ഷാഡി ക്യാരക്ടറുള്ള ഒരു കമ്പനിയെ പരോക്ഷമായി നിയന്ത്രിക്കുന്നുവെന്ന് ഉത്തരവാദിത്തപ്പെട്ട ഏജൻസി റിപ്പോർട്ട് നൽകിയാൽ അത് മാധ്യമങ്ങൾ വാർത്തയാക്കും. അതിനെ പ്രതിരോധിക്കാൻ പാർട്ടി ഇറങ്ങുന്നത് എന്തിനാണ്? അത് ഒരു കമ്പനിയുടെ വിഷയമാണ്. CMRL എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയുമായി നടത്തിയ ഇടപാടിന്റെ പ്രശ്നമാണ്. ബിനീഷ് കൊടിയേരി വിഷയത്തിൽ ആരോപണ വിധേയരായിട്ടുള്ളവർ അന്വേഷണം നേരിടട്ടെ എന്നായിരുന്നല്ലോ നിലപാട്. എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ വീണ വിജയൻ അന്വേഷണം നേരിടട്ടെ, അതിൽ മുഖ്യമന്ത്രിയുടെ പേരുണ്ടെങ്കിൽ അതേത് ഘട്ടത്തിൽ വന്നു എന്ന് നമുക്ക് പരിശോധിക്കാം എന്ന നിലപാടിലേക്ക് എത്താത്തത് എന്തുകൊണ്ടാണ് KS അരുൺകുമാർ? ഇതില് നിങ്ങൾ പറയുന്നല്ലോ KSIDCക്ക് കൃത്യമായിട്ട് ഷെയറുള്ള ഒരു കമ്പനി. കറക്റ്റാണ്. KSIDCക്ക് ഷെയറുള്ള 75 കമ്പനി ഉണ്ട് ഈ കേരളത്തിൽ. എന്നാണ് CMRലിന്റെ 13.5% ഷെയർ KSIDC എടുത്തത്? അത് സഖാവ് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയപ്പോഴല്ലോ. അത് 1991, 92, 93 കാലത്താണ്. അന്ന് UDF ഭരിക്കുമ്പോഴാണ് അത്തരത്തിൽ ഷെയർ എടുത്തത്. അതിന് ഞങ്ങൾ കുറ്റം പറയല്ല. 75ഓളം കമ്പനികളെ കൃത്യമായി ഷെയർ എടുത്ത് പ്രോത്സാഹിപ്പിക്കാനുള്ള നയം സ്വീകരിച്ചതിന്റെ ഭാഗമായിട്ടാണ് KSIDC അത്തരത്തിൽ ഒരു ഷെയർ എടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. അത് കേരളത്തിന്റെ വ്യവസായ നയത്തിന്റെ ഭാഗമായി പല കമ്പനികളെയും പ്രോത്സാഹിപ്പിക്കാനുള്ള നയത്തിന്റെ ഭാഗമായി തന്നെയാണ്. ഇവിടെ ഒരു കൃത്യമായിട്ട് റിട്ടേൺ എഗ്രിമെന്റിന്റെ ഭാഗമായി ആ എഗ്രിമെന്റിന്റെ ഭാഗമായിട്ടുള്ള സേവനം കൊടുത്ത് അത് ബാങ്ക് ട്രാൻസാക്ഷനിലൂടെ മാത്രം മുഴുവൻ പണവും കൈമാറി അതിന് ആദായ നികുതി കൊടുക്കുകയും അതോടൊപ്പം തന്നെ GST കൊടുക്കുകയും ചെയ്തത് കമ്പനി ആക്ടിന്റെ ലംഘനം നടന്നു എന്ന് തന്നെയാണ് ROC പറയുന്നത്. അതിന്റെ ഡോക്യുമെന്റുകളൊന്നും കൊടുത്തിട്ടില്ല. സെപ്പറേഷൻ ഓഫ് മെറ്റീരിയൽസ് മറ്റ് വകുപ്പുകളിലുണ്ട്. ഈ ട്രാൻസാക്ഷനിൽ ഒരു ഡീറ്റെയിൽസും ഇല്ല എന്നാണ്. എന്ത് സേവനം കൊടുത്തു എന്ന് ആർക്കറിയാം? അതെ, അല്ല അതൊന്നും ശരിയല്ല. ഞാൻ പറയട്ടെ, ഈ ഉത്തരവിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആരാണ് കംപ്ലൈന്റ് കൊടുത്തത് എന്ന് പോലും അറിയാതെ വേറാസ് ഓൺ ദി ബേസിസ് ഓഫ് ദി കംപ്ലൈന്റ് ആൻഡ് എൻക്വയറി ഓഫ് എക്സലോജിക്കൽ സൊല്യൂഷൻ എന്ന് തന്നെയാണ് സെക്കൻഡ് പാരഗ്രാഫ് 12/1/2024 പുറത്തിറങ്ങിയ ഉത്തരവിൽ പറയുന്നത്. ആ ഉത്തരവിൽ തന്നെയാണ് പറയുന്നത് സെക്ഷൻ 206 ക്ലോസ് 4 അനുസരിച്ച് ഡോക്യുമെന്റുകൾ വിളിച്ചു വരുത്തിയും മറ്റു തരത്തിലും പരിശോധന നടത്തിയപ്പോൾ കുറച്ച് കുറവുകൾ കണ്ടു. വേരിയസ് വയലേഷൻസ് ആൻഡ് ഒഫൻസ് അണ്ടർ ദിസ് ആക്ട് എന്ന് കണ്ടു. അതുകൊണ്ട് ഇൻവെസ്റ്റിഗേഷന് വേണ്ടി റെഫർ ചെയ്യുന്നു. ഇൻവെസ്റ്റിഗേഷൻ നടന്നോട്ടെ. ഇപ്പൊ പ്രധാനപ്പെട്ട 3 ഉദ്യോഗസ്ഥന്മാരെയല്ലേ ഇൻസ്പെക്ടർമാരായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ROC കർണാടകയാണ്, ഡയറക്ടർ അതുപോലെ തന്നെ RD ചെന്നൈ, അതുപോലെ ROC പുതുശ്ശേരി. ഇത്തരത്തിൽ ഏറ്റവും ഇൻസ്പെക്ടർമാർ വന്ന് അന്വേഷിച്ചോട്ടെ, പരിശോധിച്ചോട്ടെ, ഡോക്യുമെന്റുകൾ നോക്കിക്കോട്ടെ, ഓറൽ എവിഡൻസ് വേണോ ഓറൽ എവിഡൻസ് ആയിക്കോട്ടെ. നിങ്ങൾ പറയുന്നു അന്വേഷണം നടന്നോട്ടെ, മറുഭാഗത്ത് നിങ്ങൾ ഇറങ്ങി പറയും സ്ത്രീത്വത്തെ വേട്ടയാടുന്നു, ഒരു പെൺകുട്ടിയെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. നിങ്ങൾ എന്താണ് മുഖ്യമന്ത്രിയെ വേട്ടയാടുകയാണോ? മുഖ്യമന്ത്രിയുടെ പേര് പരാമർശിച്ചിരിക്കുന്നത് KSIDC എന്ന സ്ഥാപനത്തിന് 13.4% ഓഹരിയുള്ള CMRL എന്ന കമ്പനിയാണ്. ഈ എക്സാലോജിക് എന്ന കമ്പനിക്ക് പണം നൽകിയിരിക്കുന്നത്. ആ ട്രാൻസാക്ഷൻ ആണ് ഡ്യൂബിയസ് ആയിരിക്കുന്നത്. അപ്പോൾ ദുരൂഹമായ ട്രാൻസാക്ഷൻ നടത്തിയ CMRലും എക്സാലോജിക്കും KSIDCയും തമ്മിൽ റിലേറ്റഡ് പാർട്ടികളാണ്. ഇതാണ് ബാംഗ്ലൂർ ROCയുടെ കണ്ടെത്തൽ അഡ്വക്കേറ്റ് KS അരുൺകുമാർ. അപ്പോൾ റിലേറ്റഡ് പാർട്ടികളാണെങ്കിൽ സ്വാഭാവികമായി ആ ഇടപാടുകളെല്ലാം ഞാനൊന്ന് ചോദിച്ചോട്ടെ. ഇവിടെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് വന്നു. ആ ഉത്തരവ് കൃത്യമായി 2020 ആരംഭിച്ച പ്രൊസീഡിങ്സ് 2023 ജൂൺ മാസം 12 തീയതി വരെ നീണ്ടുനിന്ന പ്രൊസീഡിങ്സ് ആയിരുന്നു. ആ പ്രൊസീഡിങ്സിൽ ആകെ 5 സാക്ഷികളെ വിസ്തരിച്ചോളൂ. അതിൽ ആ പ്രൊസീഡിങ്സിന്റെ ഫൈൻഡിങ് വന്നപ്പോൾ കേരളത്തിന്റെ ഭരണത്തിൽ ഉന്നത സ്വാധീനമുള്ള ഒരാളുടെ മകൾ എന്ന രൂപത്തിൽ ഒരു ഫൈൻഡിങ്ങിലേക്ക് ഇവിടെ കൃത്യമായി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് എത്താനുണ്ടായിട്ടുള്ള സാഹചര്യം എന്താണ്? ആരുടെയും മൊഴിയിലും മുഖ്യമന്ത്രിയെക്കുറിച്ചോ പിണറായി വിജയന്റെ പേരോ അല്ലെങ്കിൽ കേരളത്തിന്റെ ഭരണത്തിന്റെ സ്വാധീനത്തിൽ ഉണ്ടായിരുന്ന ആളോ എന്നോ ഒരു മൊഴിയുമില്ല, മറ്റു സാഹചര്യങ്ങളുമില്ല.
ഒരു ഫൈൻഡിങ്ങിലേക്ക് എത്തുമ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും കേരളത്തിന്റെ ഭരണത്തെ അതിലേക്ക് ആകർഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ഒരു ശരിക്കും ഓവർഡു ചെയ്തിട്ടുള്ള ഒരു ഉത്തരവാണ് ഉൾപ്പെടുത്തിയത്, വാചകം ഉൾപ്പെടുത്തിയത്. കേരള ഭരണത്തിൽ വലിയ സ്വാധീനമുള്ള, അപ്പൊ അത് കേട്ടു മനസ്സിലാക്കാനോ ആർക്കും അറിയാമല്ലോ എന്നതാണ്. റിപ്പോർട്ടിൽ പറയുന്നത് ഒരു പ്രൊമിനന്റ് പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഒരു ക്ലോസ് കൂടി അതിനോടൊപ്പം ചേർക്കുന്നു. ഈ പ്രൊമിനന്റ് പേഴ്സണുമായി നേരത്തെ ഇടപാട് നടത്തിയിട്ടുണ്ട് എന്നതുകൂടി, അതാണ് PV എന്നതുകൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. അത് തമ്മിൽ പരസ്പര ബന്ധിതമാണ്. അതുകൊണ്ട് പിണറായി വിജയൻ എന്ന മൊഴി കൊടുത്തിരിക്കുന്നത് അവിടുത്തെ സുരേഷ് കുമാർ എന്ന് പറയുന്ന CFO ആണ്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡ് അവിടെ എത്തിയത്. നമ്മൾ ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിലേക്ക് പോകരുത്, കാരണം അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ വിഷയമാണ്. അതിൽ ഈ CMRL പ്രോസിക്യൂഷൻ ഇമ്മ്യൂണിറ്റി കൊടുത്തിട്ടുണ്ട്. എന്നാൽ മറ്റൊരു പ്രധാനപ്പെട്ട കംപ്ലൈന്റ് ആണ് ഇവിടെ. അത് CMRL-നെതിരെ മാത്രമല്ല, എക്സാലോജിക്കലും KSIDC-ക്കെതിരെയും പോകുന്നു. അതുകൊണ്ട് ഇതിൽ ഒതുങ്ങി നിന്ന് സംസാരിച്ചാൽ നന്നായിരിക്കും. KSIDC-ക്ക് CMRL-ൽ ഓഹരിയുണ്ട്. ആ CMRL ആ KSIDC നിയന്ത്രിക്കുന്ന സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ മകളായ വീണ വിജയന് പണം നൽകുന്നു. അതാണ് ദുരൂഹമായ ഇടപാട്. റിലേറ്റഡ് പാർട്ടി എന്ന് ഡിഫൈൻ ചെയ്തത് ഇവിടെയാണ് അഡ്വക്കേറ്റ് K. അരുൺകുമാർ. അതിൽ മുഖ്യമന്ത്രിയുടെ പേര് പരാമർശിക്കാതെ എങ്ങനെയാണ് ആ റിപ്പോർട്ട് തയ്യാറാക്കാൻ കഴിയുക? റിലേറ്റഡ് പാർട്ടീസ് എന്ന ഒരു നിഗമനത്തിലേക്ക് എത്തണമെങ്കിൽ ഇവിടെ മുഖ്യമന്ത്രിയുടെ പേര് പരാമർശിക്കേണ്ടി വരും. ആ താല്പര്യമാണ് CMRL പണം കൊടുത്തത്. അല്ലെങ്കിൽ അങ്ങ് പറയൂ, എന്ത് സേവനമാണ് കൊടുത്തത് വീണ വിജയൻ? ഞാൻ പറയട്ടെ, താങ്കൾ ഇത് മറ്റൊരു കംപ്ലൈന്റ് ആണെന്ന് താങ്കൾ സൂചിപ്പിച്ചു. ആരുടെ കംപ്ലൈന്റ് ആണ്? CMRL-നെതിരെ കൊടുത്തിരിക്കുന്ന കംപ്ലൈന്റ് ആരുടെയാണ്? അതുപോലെ തന്നെ എക്സലോജിക്കലിനെതിരെ കൊടുത്തിരിക്കുന്ന കംപ്ലൈന്റ് ആണ്. ആരുടെ കംപ്ലൈന്റിന്റെ പുറത്താണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബാംഗ്ലൂർ അന്വേഷണം നടത്തിയത്? താങ്കൾക്ക് പറയാൻ പറ്റുമോ? ഞാൻ മനസ്സിലാക്കുന്നത് ഷോണിന്റെ നിർദ്ദേശപ്രകാരമാണ്. ഷോൺ ജോർജ് കൊടുത്തിട്ടുണ്ട്. ഷോൺ ജോർജ് ഒപ്പം തന്നെ മറ്റൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റും ഈ വിഷയത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഷോൺ നിങ്ങളുടെ തന്നെ ചാനലിൽ വന്നിരുന്നു പറഞ്ഞു, ഞങ്ങൾക്ക് വ്യക്തിവിരോധമുണ്ട്, ഷോണിന് വ്യക്തിവിരോധമുണ്ട്, എന്റെ പിതാവിനെ അറസ്റ്റ് ചെയ്തതിൽ മുഖ്യമന്ത്രിയുടെ പങ്ക് ഉണ്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പങ്കുണ്ട്, അതുകൊണ്ട് ഞാൻ വ്യക്തിപരമായി എന്റെ ദേഷ്യം തീർക്കാൻ വേണ്ടി താങ്കളുടെ ചാനലിൽ പരാതി കൊടുത്താൽ ഒരു കുറ്റകൃത്യം അത് ചൂണ്ടിക്കാണിക്കും. നമുക്കെല്ലാം വിരോധങ്ങൾ ഉണ്ടാവുമ്പോഴല്ലേ പരാതി കൊടുക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള സദസ്സിലേക്ക് ഷൂ എറിഞ്ഞു എന്നതിന്റെ പേരിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസ് കൊടുക്കുന്നത് എപ്പോഴാണ്? ഒരു വിരോധം ഉണ്ടാകുമ്പോഴാണ്. ഇത് സർക്കാരിനെതിരെ വിമർശിക്കുമ്പോഴാണ്. മറുഭാഗത്താണെങ്കിൽ കേസെടുക്കില്ല. അപ്പോൾ ഒരു വിരോധമുണ്ടാവും. ആ വിരോധത്തിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുമ്പോൾ ഒരു കുറ്റകൃത്യം അവിടെ ഇല്ലാതാകുന്നില്ല അരുൺകുമാർ. ഇല്ല, കുറ്റകൃത്യം ഉണ്ടെങ്കിൽ അന്വേഷിച്ചോട്ടെ. ഇപ്പോ 4 തവണ സമൻസ് അയച്ചു തോമസ് ഐസക്കിന് ED. അദ്ദേഹം ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൽ പോയി, ഡിവിഷൻ ബെഞ്ചിൽ പോയി, വീണ്ടും സിംഗിൾ ബെഞ്ചിൽ പോയി, വീണ്ടും ഡിവിഷൻ ബെഞ്ചിൽ പോയി. എന്ത് കാരണത്താലാണ് എനിക്ക് സമൻസ് അയച്ചത് എന്ന് അദ്ദേഹം ചോദിച്ചു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ചോദിച്ചു, എന്തിനാണ് തോമസ് ഐസക്കിനെതിരെ ED സമൻസ് അയച്ചതെന്ന് ചോദിച്ചു. അതിനൊരു മറുപടി കൊടുക്കാൻ പോലും EDക്ക് കഴിഞ്ഞില്ല. ഇന്ന് വീണ്ടും സമൻസ് അയച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഒരു തരത്തിലുള്ള മാൽ പ്രാക്ടീസോ മറ്റ് ഇടപെടലോ നടത്തിയിട്ടില്ല. ഫെബി നിയമപ്രകാരമുള്ള വയലേഷൻ ഒന്നും നടത്തിയിട്ടില്ല. അതുപോലെ തന്നെ വിദേശ ഫണ്ട് നടത്തിയിട്ടില്ല. ഞാൻ പറയട്ടെ, ഇതിലേക്ക് തിരിച്ചു വരൂ. അതിലേക്ക് തിരിച്ചു വരാം. ഇത് ഏതെങ്കിലും ഒരു വിഷയത്തെ മാത്രമാക്കി കാണാൻ കഴിയില്ല ഡോക്ടർ അരുൺ. 5ാമത്തെ തവണ അരവിന്ദ് കെജ്രിവാളിന് സമൻസ് കൊടുത്തു. 4 തവണ അദ്ദേഹം പോയില്ല. ഇത് ദേശീയ തലത്തിലുള്ള പരിപാടിയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി 3 മാസമേ ഉള്ളൂ. അതുകൊണ്ട് കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ BJP ഇതര ഗവൺമെന്റുകളെ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം നന്നായി ഉപയോഗിക്കണം. ഞാൻ ആദ്യം തുടങ്ങിയത് എന്താ, ശരിക്കും 6ാം മാസത്തിൽ വന്ന ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് കഴിഞ്ഞിട്ട് എന്താണ് ഈ 7 മാസം ഗ്യാപ്പ് വന്നേ? ആ 7 മാസം ഗ്യാപ്പ് വന്ന ഒരു ഉത്തരവ് വരുമ്പോഴും പിന്നെയും എന്താണ് ഒരു 4 മാസം സമയം കൊടുത്തത്? അതായത് വരുന്ന ലോക്സഭാ ഒരു കാര്യം കൂടി ഞാൻ പറയാം K. അരുൺകുമാർ, ഇത് ചർച്ച ചെയ്യണം. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ ബാംഗ്ലൂർ ROC അന്വേഷിക്കുന്നതിന് മുമ്പ് തന്നെ എക്സാലോജിക്കിനെതിരെ അന്വേഷണങ്ങൾ ഉണ്ടായിരുന്നു. ആ അന്വേഷണമാണ് 2021 ജനുവരിയിൽ തുടങ്ങിയതായി ഈ ബാംഗ്ലൂർ ROCയുടെ റിപ്പോർട്ടിലുള്ളത്. എന്ന് പറഞ്ഞാൽ എക്സാലോജി കമ്പനിക്കെതിരെ ഈ ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡ് വരുന്നതിന് മുൻപ് തന്നെ 2021 തന്നെ ആ അന്വേഷണം ഉണ്ടായിരുന്നു. 2021 ജൂലൈ മാസം 7-ാം തീയതി ഈ വീണ വിജയൻ അന്വേഷണ ഏജൻസിക്ക് മുൻപിൽ ഹാജരായിട്ടുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം പിന്നീട് ഡോർമൻസി സ്റ്റാറ്റസിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന ഘട്ടത്തിൽ ഫയലിംഗ് നടത്തിയപ്പോൾ മറച്ചുവെച്ചു വീണ വിജയൻ. അങ്ങനെയാണ് സപ്പറേഷൻ ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്ന 447 442 എല്ലാം ഇതിൽ അട്രാക്ട് ചെയ്യുന്നത് എന്നതാണ് ബാംഗ്ലൂർ ROCയുടെ നിലപാട്. അപ്പോൾ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, അതന്വേഷിക്കട്ടെ, പിഴയടക്കട്ടെ, ശിക്ഷ ചെയ്തിട്ടുണ്ടെങ്കിൽ ജയിലിൽ പോകട്ടെ. അതിനെന്തിനാണ് രാഷ്ട്രീയ പ്രതിരോധം? ഞാൻ പറഞ്ഞോട്ടെ, അല്ല ഞാൻ പറയട്ടെ. അതായത് കമ്പനിയുടെ പ്രവർത്തനം പൂർണ്ണമായിട്ടും നിലയ്ക്കുകയാണ്. അതോടൊപ്പം തന്നെ വർക്കിംഗ് ഹോമായി മാറുന്ന ഉദ്യോഗസ്ഥന്മാർ.
അപ്പോൾ കമ്പനിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തന കേന്ദ്രം മാറ്റി എന്ന രൂപത്തിൽ ആരോപണം വരുന്നുണ്ട്. അതിലെല്ലാം കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കമ്പനി നിയമപ്രകാരം ഒരു വ്യക്തിക്കെതിരെ നടപടി എടുക്കാൻ പറ്റില്ലല്ലോ. ഒരു കമ്പനിക്കെതിരെയല്ലേ നടപടി എടുക്കാൻ പറ്റൂ? ഏതെങ്കിലും ഒരു കമ്പനി എന്തെങ്കിലും വയലേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊന്നും ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. പക്ഷേ മരവിപ്പിക്കാൻ കമ്പനി നൽകിയ അപേക്ഷയിൽ തങ്ങൾക്കെതിരെ ഒരു അന്വേഷണവും നടക്കുന്നില്ല എന്ന് വീണ വിജയൻ എക്സാലോജിക്കിന് വേണ്ടി സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ടോ? അത് തെറ്റല്ലേ? കാരണം 2022 7-ാം തീയതി ഇതേ വീണ വിജയൻ തന്നെയാണ് ഈ അന്വേഷണ ഏജൻസിക്ക് മുമ്പിൽ ഹാജരായത്. അപ്പോൾ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ അന്വേഷണം നടന്നില്ല എന്ന് പറഞ്ഞ് തെറ്റായ സത്യവാങ്മൂലം കൊടുക്കുക, കേന്ദ്ര സർക്കാരിന് നികുതി അടയ്ക്കാനില്ല എന്ന് തെറ്റായ സത്യവാങ്മൂലം കൊടുക്കുക, 42 ലക്ഷം രൂപ അടയ്ക്കാനുണ്ട് എന്ന് പിന്നീട് ബോധ്യപ്പെടുക. അപ്പോൾ ഇതെല്ലാം സംഭവിച്ചിരിക്കുന്ന ക്രമക്കേടുകളാണ്. ആ ക്രമക്കേടുകളാണ് ബാംഗ്ലൂർ ROC ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ROC സംശയിക്കുന്നു, ഇതിലൊരു കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ? PMLA ആക്ട് പ്രകാരം ED അന്വേഷിക്കേണ്ട കേസല്ലേ? അവിടെ റിലേറ്റഡ് പാർട്ടികളല്ലേ? അവിടെയാണ് മുഖ്യമന്ത്രിയുടെ പേര് വരുന്നതെന്നേ. അതിൽ എന്തിനാണ് രാഷ്ട്രീയ പ്രതിരോധം എന്നാണ് എൻ്റെ ചോദ്യം. നിയമപരമായി നിങ്ങൾ പ്രതിരോധിച്ചോളൂ. അന്വേഷിക്കാൻ വരുമ്പോൾ അന്വേഷണത്തിന് മുമ്പിൽ തെളിവുകൾ ഹാജരാക്കൂ. അത്രയല്ലേ വേണ്ടൂ? അല്ല, ഇതിപ്പോ ബാംഗ്ലൂർ ROCയുടെ ഉത്തരവ്, ആ ഉത്തരവ് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. ബാംഗ്ലൂർ ROCയുടെ ഉത്തരവ് എന്ന രൂപത്തിൽ ഇന്നലെ മുതൽ ദൃശ്യമാധ്യമങ്ങൾ കാണിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ROCയുടെ ഒരു കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് തന്നെയാണത്. അതിന്റെ പുറത്ത് തന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ചെയ്തിരിക്കുന്ന സാഹചര്യങ്ങളിൽ ആ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ച് ഉത്തരവും പുറത്തു വന്ന സാഹചര്യത്തിൽ ഇപ്പൊ ആ ഉത്തരവ് എങ്ങനെയാണ് പുറത്തു വന്നത്? ആ ഉത്തരവിൽ എന്തും ആയിക്കോട്ടെ, ആ ഉത്തരവിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇപ്പൊ 3 ഇൻസ്പെക്ടർമാരെ നിയമിച്ചിരിക്കുന്നത്. കാരണം ഇതിന്റെ ഭാഗമായി 3 കമ്പനികളുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെയും കേൾക്കും, ഏത് രേഖയും ഹാജരാക്കാം. ഇപ്പോൾ തങ്ങൾ കൊടുത്ത അഫിഡവിറ്റ് അവസാനം CMRന്റെ അഫിഡവിറ്റ് സ്വീകരിച്ചില്ല ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് എന്നതാണ് CMRലിന് പറയാനുള്ളത്. കാരണം സേവനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആധികാരികമായി കമ്പനിയുടെ MD തന്നെ അഫിഡവിറ്റ് കൊടുത്തു, അത് സ്വീകരിച്ചിട്ടില്ലെന്ന് പറയുന്നു. ആ തരത്തിലുള്ള സാഹചര്യങ്ങൾ ക്യൂർ ചെയ്യാനും ആ അഫിഡവിറ്റ് ഹാജരാക്കാനും CMRലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇൻസ്പെക്ടർമാരുടെ അന്വേഷണ മധ്യേ ഹാജരാക്കാൻ കഴിയും. അതുപോലെ തന്നെ എക്സലോജിക്കലിന് ഏതു തരത്തിലും നേരിട്ടോ അല്ലാതെയോ തെളിവ് ഹാജരാക്കാനുള്ള സാഹചര്യമുണ്ട്. KSDCയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോട്ടീസ് കൊടുത്തപ്പോൾ മറുപടി കൊടുത്തില്ല എന്നതാണ് ഈ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ജനുവരി മാസം 3-ാം തീയതി അവർ മറുപടി കൊടുത്തു എന്നാണ് അവരുടെ വാദം. ഇതെല്ലാം പരിശോധിച്ചോട്ടെ, പരിശോധിച്ച് സത്യം പുറത്തു വരട്ടെ. കമ്പനി നിയമപ്രകാരം എന്തെങ്കിലും വയലേഷൻ ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ പേര് കൂടി തിരികെ കയറ്റിയ രാഷ്ട്രീയ കൗശലത്തെയാണ് CPM രാഷ്ട്രീയമായി പ്രതിരോധിക്കുന്നത്. അഡ്വക്കേറ്റ് C. പത്മനാഭൻ, ഈ LDFന്റെ കൺവീനർ പറയുന്നത് ഒരു പെൺകുട്ടിയെ ജീവിക്കാൻ അനുവദിക്കില്ലേ, അവരെ നിരന്തരം വേട്ടയാടുകയാണ് മുഖ്യമന്ത്രിയുടെ മകളായതിന്റെ പേരിൽ. അവർക്ക് IT സ്ഥാപനങ്ങൾ നടത്താനുള്ള ശേഷിയുള്ള സ്ത്രീയാണ്, പ്രഗത്ഭയാണ്. അത്തരമൊരു വ്യാപാരവും ബിസിനസ്സും നടത്താൻ എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിൽ വീണ വിജയനെ നിങ്ങൾ അനുവദിക്കുന്നില്ല? ആത്മനിർഭർ ഭാരതിനെ കുറിച്ച് സംസാരിക്കുന്ന പ്രധാനമന്ത്രിക്ക് നാട്ടിലുള്ള സ്ത്രീ ഈ നിക്ഷേപകരെ ഇങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് എന്നതാണ് പരോക്ഷമായി ചോദിക്കുന്നത് LDF. ഞാൻ ഉത്തരം പറയാം. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ കമ്പനിയാണ് വ്യക്തിക്ക് എന്ത് പ്രാധാന്യം എന്നൊക്കെ ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളൊരു മറുപടി, ദി സർവീസ് ലെവൽ എഗ്രീമെൻറ്റ് ബിറ്റ്വീൻ എക്സാലോജിക് ആൻഡ് CMRL ഷോഡ് ദാറ്റ് ദി സോഫ്റ്റ്വെയർ സർവീസസ് വേർ ടു ബി ഗിവൺ ഓൺലി ത്രൂ ദ കമ്പനി. ഇവരുടെ കോൺട്രാക്ട് പ്രകാരം കമ്പനിയാണ് സോഫ്റ്റ്വെയർ സർവീസസ് കൊടുക്കേണ്ടത്. സോ ഹൗ കം വീണ, the director of Exalogic Solutions Private Limited, received 55 lakhs from CMRL in an individual capacity? അപ്പോൾ എങ്ങനെ വീണ എന്ന ആൾക്ക് ഇൻഡിവിജ്വൽ കപ്പാസിറ്റിക്ക് 55 ലക്ഷം രൂപ കിട്ടി? വീണ was asked to explain whether she was providing services in an individual capacity other than through Exalogic Solutions. അപ്പോൾ ഇവർ നേരിട്ട് വ്യക്തി എന്ന നിലയിലും സർവീസസ് കൊടുത്തിരുന്നോ എന്ന് അവരോട് പറയാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അക്കൗണ്ടിലേക്ക് പണം വന്നത് കമ്പനിക്ക് മാത്രമല്ല, 5 ലക്ഷം രൂപ കമ്പനിയുടെ അക്കൗണ്ടിലേക്കും 3 ലക്ഷം രൂപ പ്രതിമാസം വ്യക്തിയുടെ അക്കൗണ്ടിലേക്കും വന്നിട്ടുണ്ട്. അപ്പോൾ വ്യക്തിയും പണം പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കമ്പനി നിയമം അനുസരിച്ച് ഈ ROCക്ക് വ്യക്തിപരമായ ഇടപാടുകൾ അന്വേഷിക്കാൻ കഴിയുമോ? അല്ല, അവിടെ ചോദ്യം എന്താന്ന് വെച്ചാൽ ROC എന്താ പറഞ്ഞത്? ദുരൂഹമാണ് ഇടപാടുകൾ, ദുരൂഹമാണ്, അതുകൊണ്ട് EDയോ CBIയോ അന്വേഷിക്കണം. എന്തിനാണ് ED അന്വേഷണം വരുന്നത്? മണി ലോണ്ടറിങ് നടന്നിട്ടുണ്ടോ, ഈ സർവീസസിൻ്റെ മറവിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ, കൈക്കൂലി കൈമാറ്റം നടന്നിട്ടുണ്ടോ, അതിനാണ് ED അന്വേഷിക്കുന്നത്. എന്തിനാണ് CBI അന്വേഷിക്കുന്നത്? പൊതുപ്രവർത്തകർ ഇൻവോൾവ് ആണ് എന്ന സംശയമുണ്ട്, ഒരു പൊതുമേഖലാ സ്ഥാപനം ഇൻവോൾവ് ആണ്.
അപ്പോൾ പൊതുപ്രവർത്തകർക്ക് പങ്കുണ്ടോ എന്ന സംശയമുണ്ട്, അതുകൊണ്ട് CBI അന്വേഷിക്കണമെന്ന് പറയുന്നു. അതുകൊണ്ടാണ് അവർക്കിത് അന്വേഷിക്കാൻ അധികാരമില്ലാത്തത് കൊണ്ടാണല്ലോ അവരുടെ റിപ്പോർട്ടിൽ EDയുടെയും CBIയുടെയും അന്വേഷണം ആവശ്യമായി വരുന്ന സാഹചര്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. കേവലം 2 കമ്പനികൾ തമ്മിലുള്ള പ്രശ്നമല്ല. അതൊന്ന്. 2, ഇപ്പൊ രാഷ്ട്രീയ രാഷ്ട്രീയ ആരോപണമാണ്. ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുക. ഇതിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ട് എന്നതാണ് ഇതിൽ ROC കണ്ടെത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്താണ് ഈ കള്ളപ്പണം? നികുതി അടയ്ക്കാതെ ട്രാൻസാക്ട് ചെയ്യപ്പെടുന്ന പണം, അതാണല്ലോ കള്ളപ്പണത്തിന്റെ ഡെഫിനിഷനിൽ വരുന്നത്. അപ്പോ നികുതി അടയ്ക്കാതെ പണം കൈമാറ്റം നടന്നിട്ടുണ്ടോ എക്സാലോജിക്കും CMRL തമ്മിൽ? നിലവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് എക്സാലോജിക്ക് നികുതി അടച്ചിട്ടുണ്ട്. CMRL നികുതി അടച്ചതിന് ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡ് പൂർണ്ണമായിട്ടും രണ്ടാമതും റിപ്പോർട്ട് നൽകി അവരെ കുറ്റവിമുക്തമാക്കിയിട്ടുണ്ട്. പിന്നീട് എങ്ങനെയാണ് ഇതിൽ കള്ളപ്പണം വരിക സർ? ഞാൻ പറയാം. CMRL വീണയുടെ എക്സോലോജി കമ്പനിക്ക് കൊടുത്തിരിക്കുന്ന പണം, അതായത് 1,71,00,000 രൂപ ചിലവിനത്തിൽ കാട്ടാൻ പറ്റില്ല. കാരണം യാതൊരു തരത്തിലുള്ള സർവീസും നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ അതൊരു സൗജന്യമായ പേയ്മെൻ്റായി കണക്കാക്കണം എന്ന രീതിയിലാണല്ലോ സെറ്റിൽമെൻറ്റ് ബോർഡ് കണ്ടെത്തിയത്. പിന്നെ ഇതൊരു സെറ്റിൽമെൻറ്റ് ബോർഡാണ്. അവിടെ തർക്കമുണ്ടായിരുന്നെങ്കിൽ മതി, സെറ്റിൽമെൻറ്റ് വേണ്ട, ഞങ്ങൾ ലിറ്റിഗേറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞ് CMRLനെ ഇറങ്ങിപ്പോവാമായിരുന്നു. സ്വാഭാവികമാണല്ലോ. അപ്പോൾ കോടതിയിൽ സെറ്റിൽമെൻറ്റ് നടക്കുന്നുണ്ട്. ആ സെറ്റിൽമെൻറ്റ് മേശക്കരികിൽ വെച്ച് നമ്മുടെ എതിർഭാഗവും സെറ്റിൽമെൻറ്റിന് ഇരിക്കുന്ന ഒരു പക്ഷേ ന്യായാധിപനാവാം, അല്ലെങ്കിൽ മുതിർന്ന അഭിഭാഷകനാവാം, ആ മീഡിയേറ്റർ പറയുകയാണ് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ എന്തു പറയാം? താല്പര്യമില്ലാത്ത പാർട്ടിക്ക് ഞങ്ങൾക്ക് താല്പര്യമില്ല, നമുക്ക് കോടതിയിൽ തീർക്കാം എന്ന് പറഞ്ഞ് ഇൻകം ടാക്സിൻ്റെ അപ്പലറ്റ് ട്രൈബ്യൂണലിൽ തീർക്കേണ്ട വിഷയം, ശരി എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ തീരുമാനം അനുസരിച്ചു CMRL. അപ്പോൾ അവരെന്തനുസരിച്ചു? നിങ്ങൾക്ക് നൽകിയ പേയ്മെൻറ്റ്, അതായത് നിങ്ങൾ വീണയ്ക്ക് നൽകിയ പേയ്മെൻറ്റ് അല്ലെ എക്സാലോജിക്കിന് നൽകിയ പേയ്മെൻറ്റ് ഒരു സർവീസിനുള്ള കൂലിയായിട്ടല്ല, ശമ്പളമായിട്ടല്ല, ഇതൊരു വെറുതെ ഉള്ളൊരു പേയ്മെന്റ് ആണ്, അതുകൊണ്ട് ചെലവായി കാണാൻ പറ്റില്ല. ആരും തൃപ്തികരമായിരുന്നില്ല സേവനം. അല്ല അല്ല അതെ 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 മതിയായ എന്റെ ചോദ്യം ഇതാണ്, പ്രേക്ഷകർക്ക് ക്ലാരിറ്റി ഉണ്ടാവാൻ വേണ്ടിയാണ് ശ്രീ പത്മനാഭൻ. ഞാൻ ഇപ്പോൾ CMRL ആണെന്ന് കരുതുക, ഞാൻ അങ്ങേക്ക് എക്സാലോജിക്കിന് വേണ്ടി പണം തരുന്നു. അതിൽ ഞാൻ ടാക്സ് അടച്ചിട്ടാണ് പണം തരുന്നത്. ഞാൻ ടാക്സ് ഇളവിന് വേണ്ടി അപ്പലേറ്റ് ട്രിബ്യൂണലിനെ സമീപിക്കുന്നു. ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡ് എൻ്റെ ക്ലെയിം തള്ളുമ്പോഴും അപ്പോൾ ആ പണം അടയ്ക്കാൻ ഞാൻ നിർബന്ധിതരാകുന്നു. CMRL ആ പണം അടയ്ക്കുന്നു. അങ്ങേക്ക് പണം, നികുതി അടച്ച പണം, CMRL നികുതി ഇളവ് ആവശ്യപ്പെട്ടിട്ടും അത് തള്ളിക്കളഞ്ഞ് CMRL പണമടച്ച് ടാക്സ് ഡിഡക്റ്റ് ചെയ്ത് താങ്കൾക്ക് 55 ലക്ഷം രൂപ തരുന്നു. താങ്കളും നികുതി അടയ്ക്കുന്നു. ഇതിൽ കള്ളപ്പണം എവിടെയാണ് സർ? അല്ല, നികുതി അടച്ചാൽ വെള്ളപ്പണം കള്ളപ്പണമാവില്ല. കള്ളപ്പണം വെളുപ്പിക്കാനുള്ളൊരു ശ്രമമായി മാത്രമേ നികുതി അടയ്ക്കലിനെ ചില സാഹചര്യത്തിൽ, എല്ലാ സാഹചര്യത്തിലും ഇല്ല, ചില സാഹചര്യത്തിൽ കാണാൻ പറ്റുള്ളൂ. ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ BJPയുമായി ബന്ധപ്പെട്ട ഒരു അഭിഭാഷകനാണ്. എനിക്കൊരു വലിയ സ്ഥാപനം വലിയ പൈസ തരുന്നു, ഞാൻ ലീഗൽ കൺസൾട്ടൻസി നടത്തിക്കൊടുത്തു എന്ന പേരിൽ. പക്ഷേ ഞാൻ ഒരു സർവീസും പ്രൊവൈഡ് ചെയ്യുന്നില്ല. പക്ഷേ എൻ്റെ പാർട്ടിയുടെ ഭരണം ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനത്തോ കേന്ദ്രത്തിലോ ആ കമ്പനിക്ക് എന്തെങ്കിലും വഴിവിട്ട സഹായങ്ങൾ ലഭിക്കുന്നു. അതിന് ഒരു പ്രതിഫലമായിട്ട് കൂടിയാണ് ഈ പൈസ തരുന്നതെങ്കിലോ അത് കൈക്കൂലിയാണ്. അത് കൈക്കൂലിയാണ്. വേറെ അപ്പോൾ ഒരു കവറിലിട്ട് കള്ളപ്പണത്തിന്റെ ഡെഫിനിഷനിൽ നികുതി അടച്ച പണം വരുമോ എന്നതാണ് ചോദ്യം. വരും. എപ്പോൾ പേയ്മെന്റിന്റെ പർപ്പസ്, ഞാൻ പറഞ്ഞോട്ടെ, പേയ്മെന്റിന്റെ പർപ്പസ് വേറെയാണെങ്കിൽ ഇല്ലാത്ത സേവനത്തിന് പൈസ കൊടുക്കുന്നു, പക്ഷെ പർപ്പസ് വേറെയാണ്, വേറെ ചില സഹായങ്ങൾ. അത് നിങ്ങൾ തമ്മിലുള്ള എഗ്രിമെന്റ് അല്ലേ ശ്രീ പത്മനാഭൻ? രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടിൽ ഒരു കമ്പനി കിട്ടാത്ത സേവനത്തിന് അല്ലെങ്കിൽ മതിയാവാത്ത സേവനത്തിന് അമിതമായിട്ട് പ്രതിഫലം കൊടുക്കുന്നു, അത് ടാക്സ് അടച്ചു കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കുന്നതോടുകൂടി അത് കള്ളപ്പണത്തിന്റെ ഡെഫിനിഷനിൽ നിന്ന് പുറത്താവില്ല എന്നതാണ് ചോദ്യം. അഴിമതി അവിടെ നിൽക്കുന്നുണ്ട്, അത് രണ്ടാം ഘട്ടത്തിൽ ചർച്ച ചെയ്യാം. എന്റെ സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇല്ല, അങ്ങനെ വരില്ല. എപ്പോഴാണ് ഒരു പണം കള്ളപ്പണമാവുന്നതും അല്ലെങ്കിൽ വെള്ളപ്പണമാവുന്നതും? വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് പേയ്മെന്റ്? പേയ്മെന്റിന്റെ പർപ്പസ് ഇവിടെ ഡിഫീറ്റഡ് ആയി.
ഇവർ പറഞ്ഞ പർപ്പസ് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് ഇൻ്റർമെൻറ്റ് സെറ്റിൽമെൻറ്റ് ബോർഡ് പറഞ്ഞപ്പോൾ, എന്നാൽ വേണ്ട കോടതിയിൽ കാണാമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോവാതെ എന്നാൽ ശരി എന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുത്തു CMRL. അപ്പോൾ സെറ്റിൽമെൻറ്റ് വിധി വന്നു. അവർ തന്നെ സമ്മതിച്ചു ഇത് സർവീസിനുള്ള പേയ്മെൻ്റ് അല്ല എന്ന്. അപ്പോൾ പിന്നെ എന്തിനുള്ള പേയ്മെന്റ് ആണ്? ഫോർ വാട്ട് പർപ്പസ്? ഓക്കെ, ഞാൻ ഒറ്റ മറുപടി കൂടി അരുൺകുമാറിന്റെ അടുത്ത് ഞാൻ അങ്ങയിലേക്കും ഷായിലേക്കും വരാം. അരുൺകുമാർ, ഇവിടെയാണ് കള്ളപ്പണം എന്ന നിലപാടിലേക്ക് എത്തുന്നത്. റിലേറ്റഡ് പാർട്ടി എന്നൊരു വാക്ക് കൂടി അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് രണ്ടാം ഘട്ടത്തിൽ വരാം. അപ്പോൾ കള്ളപ്പണമാകുന്നത് ഇങ്ങനെയാണ്, പർപ്പസ് ഡിഫീറ്റ് ചെയ്തു. അപ്പോൾ കിട്ടാത്ത സേവനത്തിന് പണം കൊടുത്താൽ അത് കള്ളപ്പണത്തിന്റെ നിർവചനത്തിൽ വരും എന്നതാണ് പത്മനാഭൻ പറയുന്നത്. ഒരിക്കലുമില്ല. ഇവിടെ ആദ്യം ഉന്നയിച്ചിരുന്ന സംശയം എന്താണ്? നികുതി കൊടുക്കാതെ പണം കൈപ്പറ്റി എന്ന രൂപത്തിലാണ്. ബാങ്ക് വഴിയാണ്, എഗ്രിമെന്റ് ഉണ്ട്, സർവീസ് കൊടുത്തിട്ടുണ്ട്, സർവീസ് വേണ്ടത്ര ഞങ്ങൾ ഉദ്ദേശിച്ചത്ര സർവീസ് കിട്ടിയില്ല എന്നതാണ് പരാതി. പക്ഷേ അത് ബാങ്ക് വഴി ട്രാൻസ്ഫർ ചെയ്തു, സർവീസ് കൊടുത്തിട്ടുണ്ട് എന്നതായിരുന്നു ആദ്യം ചർച്ചയിൽ വന്നത്. ആ ഘട്ടത്തിലെല്ലാം ശ്രീ മാത്യു കുഴൽനാടടക്കം ഉന്നയിച്ചത് ഇതിൽ IGST അടച്ചിട്ടില്ല, അതുകൊണ്ട് കള്ളപ്പണം തന്നെയാണ്. തിരിച്ചു ചോദിച്ചു, IGST അടച്ചിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തു വന്നാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമോ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഒരു മാസത്തോളം ചർച്ചയിലെല്ലാം IGST അടച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ നിരന്തരം പറയുമ്പോഴും ഇല്ല എന്ന് പറഞ്ഞു. അവസാനം GST കൗൺസിൽ പറഞ്ഞു കൃത്യമായി നികുതി അടച്ചിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടു. ഇവിടെ കള്ളപ്പണത്തിന്റെ ഒരു ആസ്പെക്റ്റും ഇതുവരെ വന്നിട്ടില്ല, അത് വരികയുമില്ല. ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലൊരു ആസ്പെക്ട് പുറത്തു വന്നിരുന്നെങ്കിൽ ED കയ്യും കെട്ടി നോക്കി നിൽക്കുമായിരുന്നോ? കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്നു, മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കമ്പനി. ആ സമയത്ത് ED ചാടി വീഴുമല്ലോ. ഇന്ത്യയിൽ ജമ്മു കാശ്മീർ മുതൽ കേരളം വരെ ED അങ്ങനെ പറന്ന് നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു തെളിവ് കിട്ടിയാൽ ഒരിക്കലും കള്ളപ്പണത്തിന്റെ ഒരു ആസ്പെക്റ്റും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടില്ല എന്നുള്ളത് 100% കറക്റ്റാണ്, നിയമം അറിയാവുന്ന എല്ലാവർക്കും. പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, അവിടെ അഴിമതിയെയും കള്ളപ്പണത്തെയും എല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒരു പുതിയ ക്യാപ്സൂളായി ചർച്ചകളിൽ കൊണ്ടുപോകുന്ന ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞങ്ങൾ കൃത്യമായി പറയുന്നു, ഇവിടെ കൃത്യമായിട്ടുള്ള എഗ്രിമെന്റ് ഉണ്ട്, കൃത്യമായി സേവനം കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ ഉദ്ദേശിച്ചത്ര സേവനം കിട്ടിയിട്ടില്ല, അത് പരിശോധിക്കാം. അത് അവർ തന്നെ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്, ആ അഫിഡവിറ്റ് സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ 3 ഇൻസ്പെക്ടർമാർ അന്വേഷണം നടത്തുന്നു. ഇത് കൃത്യമായി എക്സലോജിക്കൽ കമ്പനിക്ക് അവരുടെ തെളിവുകൾ ഹാജരാക്കാം, അവർ കൊടുത്ത സേവനം വിശദീകരിക്കാം, കരാറിന്റെ കോപ്പി, കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാം. അതുപോലെ തന്നെ CMRLന് അവരെന്തൊക്കെയാണോ ആവശ്യപ്പെട്ടത്, പണം കൊടുത്ത ഡീറ്റെയിൽസ്, പണത്തിന്റെ ട്രാൻസ്ഫർ കാര്യങ്ങൾ പറയാം. അതുപോലെ KSDCക്ക് അവർക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്താം. ഇതിൽ അന്തിമമായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ വരും, നിയമപരമായിട്ടുള്ള അന്വേഷണം നടത്തിക്കോട്ടെ. അതിനിടയിൽ മുഖ്യമന്ത്രിയുടെ പേര് വലിച്ചിഴച്ച് KSDC എന്ന കമ്പനിയിൽ 13% ഷെയർ ഉണ്ട്, അതുകൊണ്ട് എല്ലാം മുഖ്യമന്ത്രി അറിഞ്ഞിട്ടാണ്, പ്രതിപക്ഷ നേതാവ് വാ തുറന്നാൽ എല്ലാം മുഖ്യമന്ത്രി ചെയ്യിച്ചതാണ് എന്ന രൂപത്തിൽ മുഖ്യമന്ത്രിയിലേക്ക് കേന്ദ്രീകരിക്കുന്നു, ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന LDFിലേക്ക് കേന്ദ്രീകരിക്കുന്നു. അതിനെ രാഷ്ട്രീയപരമായി ഞങ്ങൾ നേരിടും, നിയമപരമായി നേരിടേണ്ടതാണെങ്കിൽ അങ്ങനെ നേരിടും. BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട്, ആ അജണ്ട ഇവിടെ വേവില്ല എന്ന് അതിശക്തമായി ഞങ്ങൾ കൃത്യമായി തന്നെ പറയുക. ശരി അരുൺ, ഞാൻ വരാം, ഷായിലേക്ക് കൂടി പോയി വരാം. ഷാ, ഇവിടെ ശ്രീ പത്മനാഭൻ ഉന്നയിച്ചൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ഇതിൽ ഇപ്പോൾ പ്രതിപക്ഷവും ഉന്നയിക്കുന്ന വിഷയം ഇത് തന്നെയാണ്. ED അന്വേഷിക്കേണ്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസുണ്ട്, ഇതിൽ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കേണ്ടതുണ്ട്, അതുകൊണ്ട് CBI വരണം എന്നുള്ളതാണ്. ഇതിൽ കള്ളപ്പണം വെളുപ്പിക്കൽ എങ്ങനെയാണ് നടന്നത് എന്നാണ് ഷാ കണക്കാക്കുന്നത്. ഇപ്പോൾ PMLA ആക്ടിൽ സെക്ഷൻ 3 ഈ മണി ലോണ്ടറിങ്ങിനെ കുറിച്ച് പറയുന്നത്. പ്രൊസീഡ്സ് ഓഫ് ക്രൈം എന്ന രീതിയിൽ കണ്ടെത്തിയാൽ മാത്രമേ മണി ലോണ്ടറിങ്ങിൻ്റെ പരിധിയിൽ അത് വരൂ. ഇവിടെ നികുതി അടച്ച് സേവനത്തിൻ്റെ കരാറ് വെച്ച് ആ സേവനം കൊടുത്തു എന്ന് എക്സാലോജിക്ക് പറയുന്നു, മതിയായ സേവനം കിട്ടിയില്ലെന്ന് CMRL പറയുന്നു, അതവിടെ നിൽക്കട്ടെ. പക്ഷേ സേവനത്തിൻ്റെ പേരിൽ കൊടുത്തിരിക്കുന്ന നികുതി അടച്ചിരിക്കുന്ന പണത്തെ കള്ളപ്പണം വെളുപ്പിക്കലിൻ്റെ പ്രൊസീഡ്സ് ഓഫ് ക്രൈമായി കണക്കാക്കാൻ കഴിയുമോ എന്നതാണ് ചോദ്യം. പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് അത് കണക്കാക്കാൻ കഴിയുമെന്നാണ്. ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ? ഷാ, അതായത് ഇപ്പോൾ നമ്മുടെ കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 447 ഒരു ഒഫൻസ് ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താനാണ് SFIO ആയാലും സെക്ഷൻ 210 പ്രകാരമുള്ള 3-അംഗ ഇൻവെസ്റ്റിഗേറ്റിംഗ് കമ്മിറ്റി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഒരു ടീമിനെ വെച്ചിട്ടുണ്ട്. അവരായിരുന്നാലും രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന ഒരു ക്രൈം, ആ ക്രൈമിനകത്ത് സെക്ഷൻ 447 ഉണ്ടാകണം. ആ 447 എന്ന് പറയുന്നത് ഈ PMLA ആക്ടിൻ്റെ ഒരു പിന്നെ അതിൻ്റെ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് ആ ആക്ടിൻ്റെ സെക്ഷൻ 2Y പ്രകാരം ഷെഡ്യൂൾഡ് ഒഫൻസ് ഉണ്ടാകണം. ആ ഷെഡ്യൂൾഡ് ഒഫൻസ് എന്ന് പറയുന്നത് എല്ലാ ഒഫൻസുകളും ഷെഡ്യൂൾഡ് ഒഫൻസ് അല്ല. പക്ഷേ കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 447 PMLA ആക്ടിൻ്റെ സെക്ഷൻ 2Y പ്രകാരം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ഒഫൻസാണ്. ആ ഒഫൻസ് വന്നു കഴിഞ്ഞാൽ ആ ക്രൈമിനെ നമ്മൾ പ്രെഡിക്കേറ്റ് ക്രൈം എന്ന് വിളിക്കും, പ്രെഡിക്കേറ്റ് ഒഫൻസ് എന്ന് വിളിക്കും. ആ പ്രെഡിക്കേറ്റ് ഒഫൻസ് ഉണ്ടെങ്കിൽ ആ പ്രെഡിക്കേറ്റ് ഒഫൻസിൽ നിന്നും അതിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്ന ഏത് തുകയും നമ്മൾ പ്രൊസീഡ്സ് ഓഫ് ക്രൈം വിത്ത് റെസ്പെക്ട് ടു എ
ഷെഡ്യൂൾ ഓഫൻസ്. ആ പ്രൊസീഡ് എന്ന് പറയുന്നത് കള്ളപ്പണമായിട്ട് കണക്കാക്കും. അത് നമ്മൾ സെക്ഷൻ 3 സെക്ഷൻ 2U സെക്ഷൻ 2Y കൂടെ ഒന്നിച്ച് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഡയറക്റ്റ് പോയി കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും മറ്റൊരു ഏജൻസി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ക്രൈമിൻ്റെ ഒഫൻസ് എന്ന് പറയുന്നത് ഷെഡ്യൂളിലുണ്ടെങ്കിൽ അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന തുകയെ അത് പ്രൊസീഡ് ഓഫ് ക്രൈമായിട്ട് കണക്കാക്കും. അത് കള്ളപ്പണം നമുക്ക് കാര്യങ്ങൾ വ്യക്തത പോയാൽ ഈ സെക്ഷൻ 447 വയലേറ്റ് ചെയ്തിരിക്കുന്നുവെന്ന് ROC കണ്ടെത്തിയിരിക്കുന്നത് ചില വിവരങ്ങൾ മറച്ചുവെച്ചു എക്സാലോജിക് എന്ന പേരിലാണ്. ഏത് വിവരങ്ങളാണ് മറച്ചുവെച്ചത്? ഇൻകം ടാക്സ് 42 ലക്ഷം രൂപ ഉണ്ടായിരുന്നു, അതടച്ചില്ല. രണ്ടാമത്തത്, തങ്ങൾക്കെതിരെ ഒരു അന്വേഷണം നടക്കുന്നു, ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരം മറച്ചുവെച്ചു. ഈ രണ്ട് കാര്യങ്ങളാണ്. അതിൽ CMRL-ഉം എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാടിന്റെ പ്രൊസീഡ്സ് ഓഫ് ക്രൈം അല്ല അത് മറച്ചുവെച്ചു എന്നതിന്റെ പേരിലല്ല. അങ്ങനെ വരുമ്പോൾ പിന്നീട് എങ്ങനെയാണ് ഈ കേസിൽ PMLA ആക്ട് വരിക? അതല്ലേ പ്രധാനപ്പെട്ട വിഷയം. അതായത് CMRL-ഉം എക്സാലോജിക്കും തമ്മിലൊരു ട്രാൻസാക്ഷനുണ്ട്. CMRL-ന്റെ അറൗണ്ട് 13% ഷെയർസ് ഹോൾഡ് ചെയ്യുന്നത് KSIDC ആണ്. ഇനി നമ്മൾ സെക്ഷൻ 188 പോവുകയാണെങ്കിൽ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ സെക്ഷൻ 276 പോവുകയാണെങ്കിൽ അതിനകത്ത് റിലേറ്റഡ് പാർട്ടി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പർവ്യൂവിൽ വരുമ്പോൾ ഈ ട്രാൻസാക്ഷൻ തന്നെ, ഈ എഗ്രിമെൻ്റ് തന്നെ ഷെയ്ഡിയായ എഗ്രിമെൻ്റ് ആണ് എന്ന് കണക്കാക്കപ്പെടുകയാണെങ്കിൽ സെക്ഷൻ 447 അതിൻ്റെ ഫ്രോഡ് എന്ന ഡിഫിനിഷനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നതാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ട് ഇപ്പോൾ ഇൻകം ടാക്സിൻ്റെ ഇൻട്രി ബോർഡിൻ്റെ റിപ്പോർട്ടിൻ്റെ റിലവൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഇൻകം ടാക്സ് ആക്ട് പ്രകാരമുള്ള ഒഫൻസസ് ഒന്നും ഷെഡ്യൂൾ ഒഫൻസ് അല്ല. പക്ഷേ ഇൻകം ടാക്സ് ആക്ട് ഇൻട്രി ബോർഡിൻ്റെ ഒരു ക്വാസി ജുഡീഷ്യൽ അതോറിറ്റി പറയുന്നു, നിങ്ങളിപ്പോൾ കാണിച്ചിരിക്കുന്ന കണക്കിൽ 1,72 ലക്ഷം രൂപ എന്ന എക്സ്പെൻഡിച്ചർ അത് ബാങ്ക് വഴി ട്രാൻസാക്ട് ചെയ്തിരിക്കുന്ന ഒരു സാധനമാണ്. ആ എക്സ്പെൻഡിച്ചർ ഡിസലോ ചെയ്യുന്നു. അതിൻ്റെ കാരണം അത് അലോ ചെയ്യാവുന്ന തരത്തിലുള്ള പ്രോപ്പർ എക്സ്പെൻഡിച്ചർ അല്ല എന്ന് പറയുന്നത് എന്നെ കൂടി അവർ കുറേ കാര്യങ്ങളൊക്കെ അവരുടെ ഫൈൻഡിങ്സ് ഒക്കെ പറഞ്ഞു. കുറേ ആളുകളുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുപ്പിച്ചു. പിന്നെ ആ സ്റ്റേറ്റ്മെൻറ്റ് അവർ റിട്രാക്ട് ചെയ്തു. ഒക്കെ ശരിയാണ്. പക്ഷേ എങ്കിലും അവരുടെ ഫൈൻഡിങ് ഇതാണ്. ആ ഫൈൻഡിങ്ങിനെ ബേസ് ചെയ്തിട്ട് വീണ്ടും ഇപ്പോൾ ROC പോയി കണ്ടെത്തുന്ന ഫൈൻഡിങ്ങിനകത്തും ഈ ഫ്രോഡിൻ്റെ ആംഗിളുണ്ട്. അവർ തുടങ്ങുന്നത് തന്നെ സെക്ഷൻ 447-ഉം 448-ഉം 449-ഉം കമ്പനീസ് ആക്ട് ഇൻവോക്ക് ചെയ്യേണ്ടതാണ് എന്നവർ പറയുകയാണ്. അത് ഇൻവോക്ക് ചെയ്യേണ്ടത് രജിസ്ട്രാർ അല്ല. ഇൻവോക്ക് ചെയ്യേണ്ടത് ചിലപ്പോൾ ഒരുപക്ഷെ SFIO തന്നെ ആയിരിക്കും പോകുന്നത്. കാരണം ഹൈക്കോടതിയിൽ മാറ്റർ പെൻഡിങ്ങും ആയതുകൊണ്ട് SFIOയുടെ ആക്ഷനിലേക്ക് അത് പോകും. SFIO ആണെങ്കിൽ 212 പ്രകാരമുള്ള ആക്ഷൻസ് വരും. അങ്ങനെ വരുമ്പോൾ നോർമലി PMLA അതിനകത്ത് അട്രാക്ട് ചെയ്യപ്പെടും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതായത് നിലവിൽ PMLA അട്രാക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു റെക്കമെൻഡേഷൻ മാത്രമാണ്. സെലക്ടീവ് ഒരു കാര്യം കൂടി ഷാ, ഇതിൽ ഈ മുഖ്യമന്ത്രിയുടെ പേര് വലിച്ചിരിച്ചതാണ്. അതെ, CPM പ്രതിരോധിക്കുന്നത് അങ്ങനെയാണ്. ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു അന്വേഷണമാണ്, തെരഞ്ഞെടുപ്പിന്റെ കേളികൊട്ടാണ് എന്നൊക്കെ MV ഗോവിന്ദ മാഷ് പറയുന്നു. ഇടതുമുന്നണിയുടെ കൺവീനർ പറയുന്നത് ഒരു സ്ത്രീയെ വേട്ടയാടുന്നു, സ്ത്രീത്വത്തെ വേട്ടയാടുന്നു. അതവിടെ നിൽക്കട്ടെ, വൈകാരികമായ പ്രതികരണമാണ്. പക്ഷേ KSIDCക്ക് 75 കമ്പനികളിൽ നിക്ഷേപമുണ്ട്. ഈ 75 കമ്പനികളിൽ ഏതെങ്കിലും ഒന്ന് വീണ വിജയന്റെ കമ്പനിയുമായി ഒരു കരാറിൽ ഏർപ്പെട്ടാൽ അതൊരു റിലേറ്റഡ് പാർട്ടി എഗ്രിമെൻ്റ് ആയി തീർന്ന് മുഖ്യമന്ത്രിയെ പ്രതിസ്ഥാനത്ത് നിർത്താൻ കഴിയുന്ന ഏത് നിയമമാണ് സാർ നമ്മുടെ നാട്ടിലുള്ളത്? ഈ 188 പ്രകാരം അതിൽ വായിച്ചെടുക്കാൻ കഴിയുമോ? അത് അല്ല, റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ ഒന്നും അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ റിലേറ്റഡ് പാർട്ടി എന്ന ഡെഫിനിഷനും നമ്മൾ നോക്കുമ്പോൾ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ ഒരു ഡയറക്ടർ ഓർ ഹിസ് റിലേറ്റീവ് എന്ന വാക്കിനെ നമുക്ക് ഉപയോഗിക്കുമ്പോൾ റിലേറ്റീവിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പോകണം. റിലേറ്റീവിൻ്റെ ഡെഫിനിഷനിൽ പോകുമ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ പിതാവ് എൻ്റെ റിലേറ്റീവാണ്, എൻ്റെ സഹോദരൻ എൻ്റെ റിലേറ്റീവാണ്, മകൻ റിലേറ്റീവാണ്, ഭാര്യ റിലേറ്റീവ്, അല്ലെങ്കിൽ സഹോദരൻ റിലേറ്റീവാണ്. അപ്പോൾ ആ റിലേറ്റീവ് എന്ന ഡെഫിനിഷനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് വരുമ്പോൾ മകളാണ് അതിൻ്റെ ഡയറക്ടർ എന്നുള്ളതും. രണ്ടാമത്തെ വിഷയം, ട്രാൻസാക്ഷൻ നടത്തുന്നത് ഡയറക്ട്ലി ടു ദി പേഴ്സണും ട്രാൻസാക്ഷൻ അതിനകത്തുണ്ട്. ഡയറക്ട്ലി ടു ദ കമ്പനീസ് അക്കൗണ്ട് അല്ല, പേഴ്സണലും ട്രാൻസാക്ഷൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ ഒരു CMRL എന്ന കമ്പനി, ആ കമ്പനിക്കെതിരെയും സെക്ഷൻ 210 എൻക്വയറി ഉണ്ട്. അതുപോലെ തന്നെ KSIDCക്കെതിരെയുമുണ്ട്, എക്സാലോജിക്കിനെതിരെയുമുണ്ട്. ഇപ്പോൾ മറ്റേയാളുടെ കംപ്ലയിൻ്റ് അടിസ്ഥാനത്തിൽ അങ്ങനെ വരുമ്പോൾ ആ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ്റെ പർവ്യൂവിലേക്ക് ഇത് ആഡ് ചെയ്യുമ്പോൾ അച്ഛൻ എന്ന നിലയ്ക്ക് ഉണ്ടാക്കാവുന്ന ആ ഇന്റർപ്രിട്ടേഷൻ എന്നാണ് എന്റെ സംശയം. ഇപ്പോൾ KSIDCക്ക് 13.4% ഓഹരി ഉണ്ട് CMRL എന്നുള്ളത് കൊണ്ട് എങ്ങനെയാണ് ആ CMRL എക്സാലോജിക്കിന് കൊടുത്ത പണമിടപാടിൽ മുഖ്യമന്ത്രി ഒരു റിലേറ്റഡ് പാർട്ടിയായി തീരുന്നത് സാർ? അല്ല, അങ്ങനെ മാത്രമല്ല അതിൻ്റെ കാര്യം. KSIDC എന്ന കമ്പനി
CMRL നല്ല സബ്സ്റ്റാൻഷ്യൽ സ്റ്റേക്കുള്ള ഒരു കമ്പനിയാണ്, അതിൻ്റെ ഡയറക്ടർഷിപ്പുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ KSIDCയുടെ കൺട്രോൾ നിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ കയ്യിലാണ്. അപ്പോൾ ഈ എഗ്രിമെൻ്റ് എക്സിക്യൂട്ട് ചെയ്ത് പണം ട്രാൻസാക്ട് ചെയ്യുന്നതും ആ കമ്പനി എന്ന് പറയുന്നത് KSIDCയും കൂടെ ചേരുന്ന ഒരു കമ്പനിയാണ് CMRL. അതുകൊണ്ടാണ് അതിനെ ഇന്റർപ്രറ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അത് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ്റെ പർവ്യൂവിൽ വരുമെന്ന് നമുക്കത് 2 സെക്ഷനും കൂടെ ഒന്നിച്ച് റീഡ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്ത് കൊണ്ടുപോകാം. പക്ഷെ അത് മാത്രമല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം ഈ 2 ഇൻവെസ്റ്റിഗേഷൻ, ഇപ്പോൾ പിന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇൻവെസ്റ്റിഗേഷൻ ആയാലും ഇന്റർവ്യൂ ബോർഡിന്റെ ഫൈൻഡിങ് ആയാലും ശരി, ഈ ROCയുടെ ഫൈൻഡിങ് ആയാലും ശരി, അതിനകത്ത് അവരൊരു ഫൈൻഡിങ്ങിന്റെ രൂപത്തിൽ അത് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജിൽ അതിലേക്ക് പോകേണ്ടി വരും. അതിന് തർക്കമൊന്നുമില്ല. കാരണം ഒരു ഇൻഫർമേഷൻ എന്നുള്ള നിലയ്ക്ക് അതിനകത്തൊന്നും കണക്ട് ചെയ്യാനില്ല എന്ന് കണ്ടെത്തിയാൽ മുഖ്യമന്ത്രി വരില്ല, തർക്കമൊന്നുമില്ല. പക്ഷേ ഉണ്ടോ എന്ന ഇൻവെസ്റ്റിഗേഷനിലേക്ക് പോകേണ്ടതുണ്ട്. നമ്മളിപ്പോൾ ഓഫ് ഹാൻഡിൽ നിന്നുകൊണ്ട് മുഖ്യമന്ത്രി അതിനകത്ത് ഇടപാട് നടത്തി എന്നല്ലല്ലോ പറയുന്നു. ഇൻവെസ്റ്റിഗേഷൻ അതിലേക്ക് പോകേണ്ടതുണ്ട് എന്ന് പറയുന്നതിന്റെ കാരണം ഇവരുടെ ഫൈൻഡിങ്ങിൽ അത് ഉൾപ്പെടുത്തിയിരിക്കുന്നു. വളരെ വ്യക്തമാണ്. KSIDCയെ നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രി CMRL 13.4% ഷെയർ ഹോൾഡർ ഉള്ള ഒരു സ്ഥാപനം എന്ന നിലയ്ക്ക് ആ CMRL എടുക്കുന്ന ഈ പറയുന്ന പണമിടപാടുകൾക്ക് ഉത്തരവാദിയാണ്. കാരണം ആ ബോർഡിൽ 13.4% ഷെയർ ഉണ്ട് KSIDCക്ക്. നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയാണ് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അങ്ങനെയാണ് ഇൻഡയറക്റ്റ് കൺട്രോൾ വരുന്നത് CMRL. ആ ഇൻഡയറക്റ്റ് കൺട്രോളുള്ള CMRL സ്വന്തം മകൾക്കാണ് പണം കൊടുക്കുന്നത്. മകൾ കൊടുക്കുന്ന സേവനം തൃപ്തികരമല്ലെന്ന് പറയുന്നത് CMRL കമ്പനിയാണ്. എന്ന് പറഞ്ഞാൽ ഒരു റിലേറ്റഡായ പാർട്ടികൾ തമ്മിലുള്ള ദുരൂഹമായ ട്രാൻസാക്ഷനാണ് അവിടെ നടക്കുന്നത്. ആരുടെ ബെനിഫിറ്റിന്? മകളുടെ ബെനിഫിറ്റിന്. മകളുടെ ബെനിഫിറ്റ് വഴി അച്ഛന് ബെനിഫിറ്റ് ഉണ്ടാവുന്നു. അച്ഛന് ബെനിഫിറ്റ് ഉണ്ടാവുന്നത് വഴി കമ്പനിക്ക് വഴിവിട്ട നീക്കങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാം. ഇതാണ് മൊത്തം അഴിമതിയിലേക്ക് നീളുന്ന 2ാമത്തെ അധ്യായം. അരുൺകുമാർ. ഡോക്ടർ അരുൺ, അത് ഇവിടെ ശ്രീ അഭിഭാഷകനായിട്ടുള്ള മുഹമ്മദ് ഷാ പറഞ്ഞു, ഇന്റർപ്രറ്റ് ചെയ്യാം, അങ്ങനെ വേണമെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്യാം, ഇങ്ങനെ വേണമെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്യാം. ഇപ്പൊ താങ്കൾ കുറച്ചുകൂടി ഇന്റർപ്രറ്റ് ചെയ്ത് മുഖ്യമന്ത്രിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണല്ലോ. ഇപ്പൊ ഇവിടെ എന്താ പറഞ്ഞേ? 3 ഇൻസ്പെക്ടർമാരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അവർ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞോളൂ. ഞാനിതൊന്ന് പറഞ്ഞോട്ടെ. അതെ, അതായത് ഇപ്പോൾ നടക്കുന്ന ഇൻസ്പെക്ടർമാരുടെ ഇൻവെസ്റ്റിഗേഷൻ പൂർത്തീകരിക്കുമ്പോൾ വേണമെങ്കിൽ ഒരു ക്രൈം രജിസ്റ്റർ ചെയ്യാം. അങ്ങനെ ഒരു ക്രൈം രജിസ്റ്റർ ചെയ്താൽ അതിൽ 447 ഇൻക്ലൂഡഡ് ആവണം. അങ്ങനെ 447 ഇൻക്ലൂഡഡ് ആയാൽ അതൊരു ഷെഡ്യൂൾഡ് ഒഫൻസ് ആണ്. അങ്ങനെ ഒരു ഷെഡ്യൂൾഡ് ഒഫൻസ് വന്നാൽ, അതായത് ആ ഒരു സാഹചര്യത്തിൽ വേണമെങ്കിൽ EDക്ക് വന്ന് അന്വേഷിക്കാം. അങ്ങനെ ED അന്വേഷിച്ചാൽ കള്ളപ്പണം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതിനെ കുറിച്ച് അന്വേഷിക്കാം. നിലവിൽ ഒരു ഷെഡ്യൂൾഡ് ഒഫൻസും ഇല്ല, നിലവിൽ ഒരു പ്രെഡിക്കേറ്റീവ് ഒഫൻസും ഇല്ല, ഒരു പ്രൊസീഡ്സ് ഓഫ് ക്രൈം ഇല്ല, ഒരു സാഹചര്യമില്ല. എല്ലാം ഇൻസ്പെക്ടർമാർ നടത്താൻ പോകുന്ന 3 അംഗ ഇൻസ്പെക്ടർമാരുടെ ഇൻവെസ്റ്റിഗേഷന്റെ റിസൾട്ടിന്റെ ഭാഗമായി രജിസ്റ്റർ ചെയ്യാൻ സാധ്യതയുള്ള കേസ്. ആ കേസിൽ 447 വന്നാൽ അതൊരു പ്രെഡിക്കേറ്റ് ഒഫൻസായി വീണ്ടും EDക്ക് വരാനുള്ള സാഹചര്യം അങ്ങ് ഉണ്ടാക്കി അങ്ങ് മുന്നോട്ട് കയറിപ്പോയാൽ അങ്ങനെ അവസാനമാണ് ഇപ്പോൾ ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെ അവസാനം മുഖ്യമന്ത്രിയിലേക്ക് വരാം. ഇത് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. നിലവിലുള്ള സാഹചര്യത്തിൽ ഒരു തരത്തിലുള്ള ഒരു ആരോപണവും ഇവിടെ ഇല്ല. കൃത്യമായി തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ട്, രേഖകൾ പരിശോധിച്ചിട്ടുണ്ട്. കമ്പനീസ് ആക്ട് പ്രകാരം എന്തെങ്കിലും നടപടി ഉണ്ടോ? പരിശോധിച്ച് നടത്തിക്കോട്ടെ, മുന്നോട്ട് പോയിക്കോട്ടെ. പക്ഷേ ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രിയിലേക്ക് എത്തിക്കഴിഞ്ഞു. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കുകയാണ്. മുഖ്യമന്ത്രിയിലേക്ക് എത്തിയാലാണ് ഗവൺമെന്റിലേക്ക് എത്താൻ കഴിയൂ. അത്തരത്തിൽ നിലവിലില്ലാത്തൊരു സാഹചര്യത്തെ വളച്ചൊടിച്ച് അങ്ങനെ ശരിക്കും ഒരു ഷെഡ്യൂൾഡ് ഒഫൻസ് കണ്ടെത്തിയില്ല എന്നുള്ളത് കൊണ്ട് ആ കുറ്റകൃത്യം നടന്നില്ലെന്ന് പറയാൻ കഴിയില്ല. ഒരു കൊലപാതകം നടന്നത് കണ്ടെത്തിയില്ല എന്നുള്ളത് കൊണ്ട് കൊലപാതകം നടന്നില്ല എന്നാവുന്നില്ലല്ലോ. അത് കണ്ടെത്തണം. അത് കണ്ടെത്താൻ ഉത്തരവാദിത്തപ്പെട്ട ഏജൻസിയിലേക്കാണ് ഇപ്പോൾ അന്വേഷണം എത്തിയിരിക്കുന്നത്. അവിടെ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ആരാണ്? ROC ആണ്. അപ്പോൾ ROC എങ്ങനെയാണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്? ഇതിൽ 447 448 449 വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഇൻവോക്ക് ചെയ്യണമെന്നാണ് പറയുന്നത്. അതെ, ഞാൻ പറയട്ടെ, ഇവിടെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിന്റെ വകുപ്പുകൾ ഇതിലുണ്ട്. ശരിക്കും ആ വകുപ്പ് 13(1) അനുസരിച്ചുള്ള ഒഫൻസ് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് കുറെ ചർച്ചകൾ നമ്മൾ നടത്തിയല്ലോ. ആ സമയത്താണ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ഈ കേസ് പരിശോധിച്ചത്. കൃത്യമായി വിജിലൻസ് കോടതി ആ കേസ് തള്ളി. പക്ഷേ അതിപ്പോൾ ഹൈക്കോടതിയിൽ അതേ കേസ് ഹൈക്കോടതിയിൽ നിൽക്കുന്നുണ്ട്. ഹൈക്കോടതിയിൽ അത് സജീവവുമാണ്. ഹൈക്കോടതി തള്ളിക്കളഞ്ഞിട്ടില്ല. അരുൺകുമാർ, ഞാൻ ഒന്ന് ശ്രീ പത്മനാഭനിലേക്ക് കൂടി പോയി പറയട്ടെ.
അല്ല ഒരു അല്ല, നിമിഷം ഞാൻ നിമിഷം പറയട്ടെ, അങ്ങ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഈ വ്യാഖ്യാനത്തിന്റെ ഒറ്റ കഥയുണ്ടല്ലോ മിനിറ്റ്. അതിനെനിക്ക് ശ്രീ പത്മനാഭനിൽ നിന്ന് മറുപടി വേണം. അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, ഞാൻ അങ്ങിലേക്ക് വരാം. എനിക്കൊരു ചെറിയ ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, ഇതെല്ലാം വ്യാഖ്യാന ഫാക്ടറികൾ നിർമ്മിക്കുന്ന രാഷ്ട്രീയ ദുരുദ്ദേശത്തോടു കൂടിയുള്ള നീക്കങ്ങളാണെന്നതാണ് CPM-ന്റെ പ്രതിരോധം. നിങ്ങൾ സെലക്റ്റീവ് ലീക്കേജ് കൊടുക്കുന്നു. ശ്രീ പത്മനാഭനടക്കം ഈ റിപ്പോർട്ട് കണ്ടു കാണാൻ സാധ്യതയില്ല. എൻ്റെ കയ്യിൽ ഈ ചോർന്ന് കിട്ടിയിരിക്കുന്ന ഏകദേശം 13ഓളം പേജുകളുള്ള ROCയുടെ റിപ്പോർട്ടിൻ്റെ വിവിധ കഷണങ്ങളുണ്ട്. അതിന് തുടർച്ചയില്ല. വ്യത്യസ്ത പേജുകളിൽ വ്യത്യസ്ത ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തും ഈ പറയുന്ന രീതിയിൽ കൂട്ടി യോജിപ്പിച്ചുമുള്ള ഭാഗങ്ങളുണ്ട്. അപ്പോൾ സെലക്റ്റീവായിട്ട് ലീക്ക് ചെയ്ത് ROC കൊടുത്തിരിക്കുന്ന ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഷെഡ്യൂൾഡ് ഒഫൻസ് ഉണ്ടെന്ന് കണ്ടെത്തുക സാധ്യമല്ല. അത് കണ്ടെത്താനുള്ള അവകാശം ROCക്കില്ല. അത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ആണ്. അപ്പോൾ SFI കണ്ടെത്തിയേക്കാവുന്ന ഷെഡ്യൂൾഡ് ഒഫൻസിന്റെ പേരിൽ ഇന്നേ മുഖ്യമന്ത്രിയെ പ്രതിയാക്കേണ്ടതുണ്ടോ എന്നതാണ് ചോദ്യം. ROC പറഞ്ഞിട്ടുള്ളത് ദുരൂഹമായ ഇടപാടുകൾ നടന്നിട്ടുണ്ട്, പ്രഥമ ദൃഷ്ട്യാ സംശയമുണ്ട് മണി ലോണ്ടറിങ് നടന്നിട്ടുണ്ടോ എന്ന്, അതുപോലെ തന്നെ പൊതുപ്രവർത്തകർക്ക് മായി ബന്ധപ്പെട്ട അഴിമതി നടന്നിട്ടുണ്ടോ എന്ന്, അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ROCയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 3 അംഗ സമിതിയെ കമ്പനി കാര്യ വകുപ്പ് തന്നെ നിയമിച്ചിട്ടുണ്ട്. അവരന്വേഷിക്കട്ടെ. അന്വേഷിച്ചിട്ട് ഇയാൾ കണ്ടെത്തിയതിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇയാളുടെ കണ്ടെത്തലുകൾക്ക് അനുസൃതമായി കൂടുതൽ ആഴത്തിൽ പോകാൻ സാധിക്കുമാവുമെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ അന്വേഷണമൊക്കെ ഉണ്ടാവും. പക്ഷെ അവർ അന്വേഷിച്ചിട്ട് അങ്ങനെയല്ല എങ്കിൽ ആ പ്രശ്നം അവിടെ അവസാനിച്ചു. ഒരു അന്വേഷണമല്ലേ നടക്കുന്നുള്ളൂ, അതിന് ഇങ്ങനെയൊക്കെ ബഹളം ഉണ്ടാക്കണോ? അല്ല, അന്വേഷണമല്ല. അന്വേഷണത്തിന് മുൻപ് തന്നെ ഒരു റിപ്പോർട്ട് വരുന്നു. ആ റിപ്പോർട്ടിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പേര് KSEDCയുടെ നേരിട്ടുള്ള നിയന്ത്രണമുണ്ടെന്നും CMRൽ പരോക്ഷ നിയന്ത്രണമുണ്ടെന്നും എഴുതി ചേർക്കുന്നു. CMRലെ പരോക്ഷ നിയന്ത്രണം മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് ഉണ്ടാവുക? ROC ഒരു എൻക്വയറി നടത്തിയിട്ടാണ് ആ റിപ്പോർട്ട് എഴുതിയിട്ടുള്ളത്. അയാൾ വീട്ടിലിരുന്നിട്ട് മുറിയിലിരുന്ന് എഴുതി തയ്യാറാക്കിയതല്ലേലോ. അയാൾ കുറെ കാര്യങ്ങൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു സർക്കാർ റിപ്പോർട്ട് കൃത്യമായി മുഴുവനായി പുറത്തു വരാത്തത് ബാംഗ്ലൂരാണ്. സെലക്റ്റീവ് ലീക്കേജ് മാത്രം ഉണ്ടായത് എങ്ങനെയാണെന്ന് BJP അത് ഞാനല്ലല്ലോ, BJP എന്റെ കയ്യിലില്ല. പൂർണ്ണമായി ആ റിപ്പോർട്ട് എന്താണ് പുറത്തു വരാത്തത്? ചില പേജുകൾ മാത്രം. മിടുക്കന്മാരെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ ഈ രാജ്യത്തെ മിടുക്കന്മാരായ അരുണിനെ പോലെ മിടുക്കന്മാരായ പത്രപ്രവർത്തകർ പലതും കൊണ്ടുവരും. അല്ല, ബോർഫോസ് കേസിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതാരാ? ചിത്ര സുബ്രഹ്മണ്യം, അവരുടെ പേരതാന്ന് എൻ്റെ ഓർമ്മ, എന്ന പത്രപ്രവർത്തകയല്ലേ? സാമർത്ഥ്യമുള്ള പത്രക്കാർക്ക് പലതും കിട്ടും. നിങ്ങൾ കാത്തിരിക്കപ്പാ, നിങ്ങളെന്തിനങ്ങനെ ബഹളം വെക്കുന്നത്? ലോകം ഇന്ന് രാത്രി ലോകം അവസാനിക്കൂല അരുൺകുമാർ. പിന്നെന്താ? 2 ദിവസം ഭയങ്കര വലിയ കാലാവധിയാണല്ലോ. ഓ ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, ഈ രാജ്യത്തിന് പൗരന് പരാതി കൊടുക്കാം. ഞാനത് കൂട്ടിക്കോ. നേരിട്ട് മുഖ്യമന്ത്രി നിയന്ത്രിക്കുന്ന ഒരു സർക്കാർ സ്ഥാപനം എന്ന നിലയിൽ അങ്ങനെ CMRൽ പരോക്ഷ നിയന്ത്രണമുണ്ടെന്ന് എഴുതി ചേർക്കാൻ എന്ത് തെളിവാണുള്ളത്? ഞാൻ വായിച്ചിട്ട് ഒരു തെളിവും കാണുന്നില്ല. KSEDCയുടെ ചെയർമാൻ മുഖ്യമന്ത്രി. KSEDC വ്യവസായ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനമാണ്. മിനിസ്റ്റർ P. രാജീവിന്റെ പേര് ഉൾപ്പെടുത്താമായിരുന്നു. അല്ല, ആ റിപ്പോർട്ട് മുഴുവനായി വന്നാലേ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ അവിടുന്നും ഇവിടുന്നും കിട്ടിയ കുറച്ച് കഷ്ടങ്ങൾ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് വന്നോട്ടെ, റിപ്പോർട്ടൊക്കെ വന്നോട്ടെ, അന്വേഷണം അതൊക്കെ വരും അരുണേ. ഇതൊക്കെ വരും. നാളെ ഇത് കോടതിയിലെത്തും, ഹൈക്കോടതിയിലെത്തും, സുപ്രീം കോടതിയിലെത്തും. ഇതൊക്കെ വരും. എല്ലാവർക്കും എല്ലാം കിട്ടും. എന്താ സംശയം? ജനാധിപത്യ രാജ്യ, കമ്മ്യൂണിസ്റ്റ് രാജ്യമൊന്നല്ല, ഇരുമ്പ് മറക്കുള്ള ഭരണമൊന്നല്ല. എല്ലാം വരും, എല്ലാം വരും. ഇത് സോവിയറ്റ് റഷ്യയല്ല, പഴയ സോവിയറ്റ് റഷ്യയല്ല, ചൈനയല്ല. ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ പേര് ROC റിപ്പോർട്ടിൽ പ്രതിഫലിച്ചത് ശ്രീ പത്മനാഭനും നിശ്ചയമില്ല അല്ലേ? എനിക്ക് നിശ്ചയം, ഞാനിത് കണ്ടിട്ടില്ല. എനിക്ക് നിങ്ങളെപ്പോലുള്ള പത്രക്കാർ പുറത്തു വിട്ടേന്നുള്ള അറിവായുള്ളൂ. ആ കഷ്ടവും മുറിയുന്ന ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ അടുത്ത് ഇല്ലാത്ത സംഗതി ഈ ലോകത്ത് ആരുടെ അടുത്തും ഇല്ല, അവരുടെ അടുത്തേ ഉള്ളൂ. അത് നാളെ പുറത്തു വരും.
അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, അല്ല, ഇങ്ങനെ പുറത്തു നിങ്ങൾ വരാനുള്ളതല്ല, വെപ്രാളപ്പെടണ്ട. പുറത്തു വന്നതിനെ കുറിച്ചാണ് എന്റെ ചോദ്യം. കാത്തിരിക്കൂ. പുറത്തു വന്നത് നിങ്ങള് നിലവിൽ ഞങ്ങൾ അനുമാനിക്കുന്നുവെന്ന് ഈ ഓ, ഘട്ടത്തിൽ അത് പറയാൻ പ- സാധിക്കൂ. ROC നേരിട്ട് റിപ്പോർട്ടർ ചാനലിൽ തന്നതോ ROC നേരിട്ട് മറ്റേതെങ്കിലും ചാനലിൽ കൊടുത്തതോ അല്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ലഭിച്ചിരിക്കുന്ന ഡോക്യുമെന്റിൽ മുഖ്യമന്ത്രിയുടെ പേരുണ്ട്. Yes, അതെങ്ങനെ yes. വന്നു എന്നതാണ് ചോദ്യം. അതെങ്ങനെ വന്നു എന്നതാണ് താങ്കൾ കരുതുന്നത് എന്നതാണ് ചോദ്യം. അത് അപ്പൊ അങ്ങനെ മുഴുവൻ കരുതാൻ റിപ്പോ- പോകുന്നൊരു ബന്ധം പോലും ഇല്ല CMRലുമായ ആ അർത്ഥത്തിൽ. ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ, ഒരു ജഡ്ജ്മെന്റിന്റെ ഓപ്പറേറ്റീവ് പാർട്ട് എടുത്ത് നോക്കിയാൽ തീരുമാനങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ അതിന്റെ ഡിസ്കഷൻ പാർട്ട് ഉണ്ട്. ഇഷ്യൂ 1, ഇഷ്യൂ 2, ഇഷ്യൂ 3 എന്ന് പറഞ്ഞ് ഡിസ്കഷൻ പാർട്ട് ഉണ്ട്. അത് നമുക്ക് കിട്ടിയാലല്ലേ അറിയുള്ളൂ. ആ ഡിസ്കഷൻ പാർട്ട് എങ്ങനെ ഞാൻ ഈ തീരുമാനത്തിലെത്തി എന്നൊരു ജഡ്ജ് പറയുന്ന പാർട്ട് നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ. കാത്തിരിക്കൂ. അല്ലല്ല, അതൊക്കെ ഇവിടെ ഇത് വരും, സൂചിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ public domain സെക്ഷൻ ൽ 447, വരും. 188 ഇതൊക്കെ ലംഘിച്ചു. അതൊക്കെ KSIDCയുടെ ബോർഡിനെ അറിയിച്ചില്ല, KSEDയിലെ ഡയറക്ടർ ബോർഡിനെ factual വിഷയം details അറിയിച്ചിട്ടില്ല വന്നോ? എന്ന് ഒരിടത്ത് പറയുന്നു. മറ്റൊരിടത്ത് പറയുന്നു KSIDCയുടെ തലപ്പത്തിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഇതെല്ലാം അറിയാമായിരുന്നു എന്ന രീതിയിൽ അത് റിലേറ്റഡ് പാർട്ടി ഡോക്യുമെന്റ് ആണെന്ന് പറയുന്നു. അങ്ങനെ പരസ്പര വൈരുദ്ധ്യമുണ്ട് ഇതിൽ. ഞാൻ മുഹമ്മദ് ഷായിലേക്ക് കൂടി ഒന്ന് വന്നാൽ, മുഹമ്മദ് ഷാ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡൂബിയസ് ആയ ഇടപാടാണെന്ന് പറയുമ്പോഴും പൂർണ്ണമായൊരു റിപ്പോർട്ട് പുറത്തു വരാതെ BJP മറ്റെല്ലാ ഇടങ്ങളിലും EDയെയും CBIയെയും അന്വേഷണ ഏജൻസികളെയും രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കുന്ന പശ്ചാത്തലത്തിൽ പ്രതിപക്ഷം വളരെ തിടുക്കപ്പെട്ട് EDയും CBIയും ഈ കേസ് അന്വേഷിക്കേണ്ടതാണ്, ഇതിൽ PMLA ആക്ട് പ്രകാരമുള്ള കള്ളപ്പണം വെളുപ്പിക്കലുണ്ട് എന്ന നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്? യഥാർത്ഥത്തിൽ പ്രതിപക്ഷവും BJPയുടെ ടൂളായി തീരുകയാണോ ആ അർത്ഥത്തിൽ? അല്ല, അങ്ങനെയല്ല പറഞ്ഞത്, അങ്ങനെയല്ല. ഞങ്ങൾ ഈ ചർച്ചയിലിരിക്കുന്ന 3 പേരും പ്രാക്ടീസിങ് ലോയേഴ്സാണ്. ഞങ്ങൾ പറയുമ്പോൾ നിയമത്തിനകത്തു നിന്നുകൊണ്ട് ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ രാഷ്ട്രീയം എന്താണെന്ന് ചോദിച്ചാൽ, പ്രതിപക്ഷം പറഞ്ഞത് ഈ ഒരു അലിഗേഷൻ്റെ ബേസിൽ, അല്ലെങ്കിൽ ഈ ഒരു തരത്തിലുള്ള റിപ്പോർട്ടുകളുടെ ബേസിൽ ഒരു അന്തർധാര ഉണ്ടാകുന്നു. ഈ പറഞ്ഞ ED വരും, അല്ലെങ്കിൽ മറ്റ് ഏജൻസി CBI വരുന്നു, SFIO വരുന്നു, അതിനിടയ്ക്കൂടെ ഒരു സെറ്റിൽമെൻ്റ് ഉണ്ടായി പോകുന്നു. ഇവരൊന്നും അന്വേഷിക്കാൻ പോകുന്നില്ല, ഇവരത് ചെയ്യാനല്ല ഉദ്ദേശം, ഇതിൻ്റെ മേലൊരു പ്രഷർ ടാക്ടിക്സ് ക്രിയേറ്റ് ചെയ്യാണ്, ആ പ്രഷറിൽ അവർ പഴകി കൊടുക്കും എന്നൊക്കെ തരത്തിലുള്ള പൊളിറ്റിക്സാണ് ഇതിനകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം കൂടെ വ്യക്തമാക്കാം. ഞങ്ങൾ പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളിപ്പോൾ ഈ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷനൊക്കെ മാറ്റി വെച്ചുകൊണ്ട് പോലും ഈ ഇനിഷ്യലി വന്ന അലിഗേഷൻസിനെ ബേസ് ചെയ്തിട്ട് CMനെ കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഞാൻ പറഞ്ഞതാണ്. അതായത് ഇവർ ഈ 1.72 കോടി രൂപയുടെ ട്രാൻസാക്ഷനെ ഡിസലോ ചെയ്തല്ലോ. ഡിസലോ ചെയ്യുമ്പോൾ ഈ CMRL കമ്പനിക്ക് വെറുതെ ഒരു കാര്യമായ സർവീസ് ഒന്നുമില്ലാതെ ഒരു കമ്പനിക്ക് CMRL പണം കൊടുക്കുന്നു. അപ്പോൾ ആ പണം കൊടുത്തത് മൂലം CMRL എന്ന കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് നഷ്ടം സംഭവിച്ചിരിക്കുന്നു എന്നതാണ് കമ്പനീസ് ആക്ടിലെ 447 കാര്യം. അപ്പോൾ അതെന്തിനു കൊടുത്തു എന്നൊരു ചോദ്യമുണ്ട്. എന്തിനു കൊടുത്തു എന്ന ചോദ്യത്തിനകത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ആളുടെ മകളാണ് ഈ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറെ എന്ന നിലയ്ക്ക് ആ ട്രാൻസാക്ഷൻ സർവീസ് ഇല്ലാതെയാണ് കൊടുത്തതെങ്കിൽ അതിന് മറ്റെന്തോ ഇടപാടുണ്ട് എന്ന അർത്ഥത്തിലും മറ്റെന്തോ ഇടപാടുണ്ട് എന്ന് അനുമാനിച്ചുകൊണ്ട് ആ കേസിലേക്ക് ഉൾപ്പെടുത്തുക സാധ്യമാണോ? അപ്പോൾ മറ്റെന്തോ ഇടപാടുണ്ട്, ആ ഇടപാട് കണ്ടെത്തണ്ടേ? ആ ഇടപാടില്ലാതെ ഇത് നോക്കില്ലല്ലോ. അല്ല, അതിനാണ് ഇൻവെസ്റ്റിഗേഷൻ വേണ്ടത്. ഇൻവെസ്റ്റിഗേഷൻ അവർ പറയുന്നത് അത്രേ ഉള്ളൂ. ഇപ്പോൾ ROC പോലും അത്രയല്ലേ പറ്റുള്ളൂ അരുണെ. നമുക്ക് ഇൻവെസ്റ്റിഗേഷനിൽ ഒരു ക്രൈം വരുന്നതിന് മുമ്പായിട്ട്, ഒരു ക്രൈം വന്ന് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങുന്നതിന് മുമ്പായി നമ്മളെപ്പോൾ ഒരു അഭിഭാഷകർ എന്നുള്ള നിലയ്ക്ക് നമുക്കതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനേ നമുക്ക് സാധിക്കുള്ളൂ. കാരണം ഇൻവെസ്റ്റിഗേഷൻ നമ്മുടെ പണിയല്ലല്ലോ. ഇൻവെസ്റ്റിഗേഷൻ്റെ ഫൈനൽ റിപ്പോർട്ട് വരെ പോലും നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. കാരണം നമ്മുടെ CMRLന് വഴിവിട്ട ഒരു നീക്കം നടത്തി, ഒരു ഇടപാട് നടത്തി എന്ന് തെളിഞ്ഞാൽ മാത്രമേ ഇതിൽ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ എന്ന ക്ലോസ് നിൽക്കത്തുള്ളൂ. അതല്ലേ ശരി? അല്ല, അങ്ങനെയല്ല. രണ്ട് കാര്യങ്ങളാണ്. റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് മറ്റൊരു ആസ്പെക്റ്റാണ്. ഞാൻ പറയുന്നത് ഒറിജിനൽ ട്രാൻസാക്ഷനിൽ തന്നെ ഇതിന് ഈ സർവീസ് ഇല്ലാതെയാണ് ഈ പണം CMRL എക്സാലോജിക്കിന് കൊടുത്തതെങ്കിൽ അതെന്തുകൊണ്ട് സർവീസ് ഇല്ലാതെ ആ പണം കൊടുത്തു എന്ന ചോദ്യത്തിന്റെ മറുപടി ബെനിഫിറ്റ് ഒരു ആസ്പെക്ട്. മുഖ്യമന്ത്രി ട്രാൻസാക്ഷന്റെ ക്വസ്റ്റ്യൻ ഇല്ല.
കൊടുത്തിരിക്കണം. അതെ, അതെ, അത് അപ്പൊ കണ്ടെത്താൻ- അതാണ് ഒരു സൈഡ്. അത് കണ്ടെത്താത്തിടത്തോളം കാലം ഈ വാദം നിൽക്കില്ലല്ലോ മുഹമ്മദ് ഷാ. വ്യത്യസ്തമായ വേറൊന്നാണ്. അല്ല, അത് കണ്ടെത്താത്തിടത്തോളം കാലം ഈ വാദം നിൽക്കില്ല റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷന് മറ്റൊരു ആസ്പെക്ട് ആണ്. അതെ, റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ ഇതിനകത്ത് അല്ലല്ല. വരില്ല. ഇത് വേറൊരു ആംഗിളാണ് അതെ, പറയുന്നത്. അതെ. റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ അല്ല, എന്ന് അഡ്വക്കേറ്റ് മുഹമ്മദ് പറയണമെങ്കിൽ ഷാ പറഞ്ഞതനുസരിച്ച് തന്നെ മുഖ്യമന്ത്രിയുടെ പേര് വരാനിടയുള്ളത് ഒരു ഏതെങ്കിലും തരത്തിലുള്ള ബെനിഫിറ്റ് CMRL എന്ന് പറയുന്ന കമ്പനിക്ക് ഉണ്ടാകത്തക്ക രീതിയിൽ ഒരു ഇടപാട് മുഖ്യമന്ത്രിയുടെയോ സർക്കാരിന്റെയോ ഭാഗത്തുനിന്ന് ഉണ്ടായെങ്കിൽ മാത്രമേ ആ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ പേര് ഇതിലേക്ക് വരേണ്ടതുള്ളൂ. പക്ഷേ അങ്ങനെ ഒരു ഇടപാട് കണ്ടെത്തിയതായി ഇതിൽ പറയുന്നില്ല. അങ്ങനെ പറയാത്തിടത്തോളം കാലം അതാണ് ചോദ്യം. ഞാൻ അതിന് മുഖ്യമന്ത്രി അത് ചെയ്തു എന്നോ മുഖ്യമന്ത്രി അങ്ങനെ പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്. ഞാൻ അതിന്റെ നിയമം പറയുകയാണ്. ഒന്നുകിൽ അങ്ങനെ പറയാം, അതായത് മുഖ്യമന്ത്രിയുടെ നിന്നൊരു ബെനിഫിറ്റ് കിട്ടിയത് കൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മകൾ ഡയറക്ടറായ എക്സാലോജി കമ്പനിക്ക് CMRന് കൊടുത്തു എന്നൊരു ആക്ഷേപം അത് അന്വേഷിച്ച് കണ്ടെത്തണം. രണ്ടാമത്തെ ട്രാൻസാക്ഷൻ രണ്ടാമത്തെ ഒരു ഇല്ല, ഒന്നുമില്ല. ഞാൻ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ കണക്ട് ചെയ്യണമെങ്കിൽ അതും 447 ഫ്രോഡിന്റെ പർവ്യൂവിൽ വരുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് കണക്ട് ചെയ്യണം. ഞാൻ പറഞ്ഞതുപോലെ ഇന്റർപ്രറ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞ KSIDCയെ ബേസ് ചെയ്തിട്ട് പിന്നെ CMRലും എക്സാലോജിക്കും വരുന്ന കമ്പനികൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻ റിലേറ്റഡ് പാർട്ടിയാണോ എന്നത് കമ്പനിയുടെ ഡാറ്റ വെച്ചിട്ട് പരിശോധിക്കേണ്ട ROCയുടെ റിപ്പോർട്ടിൽ ഇല്ല അല്ലേ മുഹമ്മദ് ഷാ? ഒന്നുമില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ റിലേറ്റഡ് പാർട്ടിയുടെ ഡെഫിനിഷനിൽ ഡയറക്ടറുടെ റിലേറ്റീവ്സ് വരും എന്നതുകൊണ്ട് തന്നെയാണ് അത് പറഞ്ഞത്. ഡയറക്ടേഴ്സിന്റെ റിലേറ്റീവ്സ് CMRLന്റെ ഡയറക്ടർ ബോർഡിലുള്ള റിലേറ്റീവ് എക്സാലോജിക്കിന്റെ കമ്പനിയിലെ ഡയറക്ടർ ബോർഡിലെ റിലേറ്റീവും അവർ തമ്മിൽ ബന്ധപ്പെട്ടെങ്കിൽ മാത്രമല്ലേ റിലേറ്റഡ് പാർട്ടി വരത്തുള്ളൂ. CMRLന്റെ ഡയറക്ടർ ബോർഡ് തന്നെ വേണമെന്നില്ല. നമ്മൾ അതിന്റെ ഡെഫിനിഷനിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ പറയാനുള്ള സമയമുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിന്റെ ഡെഫിനിഷനിലേക്ക് 188ലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ പ്രഥമ ദൃഷ്ട്യാ മുഖ്യമന്ത്രിയെ ROCയുടെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താവുന്ന ഏതെങ്കിലും കുറ്റകൃത്യമുള്ളതായി തെളിഞ്ഞിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നതിന്റെ അർത്ഥം. കുറ്റകൃത്യമില്ല എന്നുമല്ല, അതിനെ അന്വേഷണത്തിലൂടെ കണ്ടെത്തേണ്ടതാണ്. അതാണ് രാഷ്ട്രീയ പ്രതിരോധം തീർക്കാൻ CPM ഒരു പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത്. നന്ദി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, നന്ദി അഡ്വക്കേറ്റ് KS അരുൺകുമാർ, നന്ദി അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ ചർച്ചയിൽ ചേർന്നതിന്. ഇനി പ്രേക്ഷകർക്ക് കാണാം Meet the Editors. Debate with Arun Kumar.